Okay, good evening everyone. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ്. സോ നമ്മുടെ KS സിലബസിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ദ സോളാർ സിസ്റ്റം. നമ്മുടെ റെഫറൻസ് ബുക്കായ NCERTയിലെ 6th സ്റ്റാൻഡേർഡ് NCERTയിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എക്സാം പെർസ്പെക്റ്റീവില് ബേസിക്കലി വേണ്ടത് സോളാർ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന പോലെയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ആവശ്യമില്ല. എക്സാം പെർസ്പെക്റ്റീവിലുള്ള ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സാം പെർസ്പെക്റ്റീവില് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കാണാം. ഓക്കെ, so before that you can subscribe to all Unacademy Plus subscriptions with a 10% off using my referral code Paulson Baby. Okay, so the solar system is a gravitationally bound system of the sun and the objects that orbit it either directly or indirectly. Okay, അപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ സൗരയുദ്ധം ഒരു ഗ്രാവിറ്റേഷണലി ബൗണ്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സൂര്യനും ഒബ്ജക്ട്സും കൂടെ ഓർബിറ്റ് ചെയ്യുന്നു. സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സും, അതായത് നമ്മുടെ പ്ലാനറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. Okay, 1 minute. Okay, so the solar system is made up of the sun and everything that orbits around it, including the planets, the moons, asteroids, comets, and meteoroids. So the order of the planets in the solar system, starting nearest the sun and working outwards, is the following: Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. അപ്പോൾ ആ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിന്റെ ഓർഡർ. മെർക്കുറി മുതൽ അങ്ങ് നെപ്റ്റ്യൂൺ വരെ. പണ്ട് നമുക്ക് 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു, അറിയാവുന്നതാണ്. പ്ലൂട്ടോയും പണ്ടൊരു പ്ലാനറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ പ്ലൂട്ടോയിനെ ഒരു പ്ലാനറ്റ് ആയിട്ട് കാണുന്നില്ല, അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടാണ് ആസ്ട്രോണമേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ നമുക്ക് 8 പ്ലാനറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ UPSCക്ക് ആണെങ്കിലും KSനാണെങ്കിലും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഇപ്പോൾ UPSC 2012 ചോദിച്ച ഒരു ചോദ്യമാണ് സിവിൽ സർവീസിന്. A person stood alone in a desert on a dark night and wanted to reach his village, which was situated 5 kilometers east of the point where he was standing. He had no instruments to find the direction, but he located the pole star. The most convenient way now to reach his village is to walk in the which direction? Okay, so basically ഏത് ഡയറക്ഷനിൽ നടന്നാലാണ് അയാൾക്ക് വില്ലേജിൽ എത്താൻ സാധിക്കുന്നത്? ആകെ 5 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് അയാളുടെ വില്ലേജ് ആണെന്ന് നമുക്കറിയാം. അയാൾക്ക് പോൾ സ്റ്റാർ മാത്രമേ ഉള്ളൂ. സോ പോൾ സ്റ്റാറിനെ വെച്ചുകൊണ്ട് എങ്ങനെ അയാൾക്ക് അയാളുടെ വില്ലേജിൽ എത്താം? ഓക്കെ, സോ ദ ആൻസർ ഈസ് സി. സോ പോൾ സ്റ്റാറിന്റെ പ്രത്യേകത നമുക്കറിയാം. പോൾ സ്റ്റാറിനെ നമ്മൾ നോർത്ത് സ്റ്റാർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പോൾ സ്റ്റാർ അല്ലെങ്കിൽ നോർത്ത് സ്റ്റാറിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് ടുവേർഡ്സ് എ നോർത്ത് ഡയറക്ഷൻ. പോൾ സ്റ്റാറിനെ നമുക്ക് എപ്പോഴും നോർത്ത് ഡയറക്ഷനിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. സോ പോൾ സ്റ്റാർ നിൽക്കുന്ന സ്ഥലം നോർത്ത് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് കണ്ടുപിടിക്കാം. അപ്പൊ ബേസിക്കലി നോർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വില്ലേജ് ഈസ്റ്റിലേക്കാണെന്ന് അറിയാമെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പോൾ സ്റ്റാറിനെ ലെഫ്റ്റിലേക്ക് വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഈസ്റ്റിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഈസ്റ്റിൽ പോൾ സ്റ്റാറിനെ ലെഫ്റ്റിലേക്ക് വെച്ച് നമ്മൾ ഒരു 5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് വില്ലേജിൽ എത്താൻ സാധിക്കും. അപ്പോൾ പോൾ സ്റ്റാറിനെ വെച്ച് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ,
സോ നമുക്ക് സൗരയൂഥത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സി അബൌട്ട് ദ സ്റ്റാർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സ്റ്റാറിനെ നമ്മൾ സൺ എന്നാണ് വിളിക്കുന്നത്. സോ സണ്ണിന്റെ ഏജ് 4.6 ബില്യൺ ഇയേഴ്സ് ആണ്. സണ്ണിന്റെ ഡയമീറ്റർ 1.39 മില്യൺ കിലോമീറ്റർ. ടെമ്പറേച്ചർ 6000 ഡിഗ്രി സെൽഷ്യസ് ഓൺ ദ സർഫസ് ആൻഡ് 16 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ഇൻ ദ കോർ. ഓക്കെ, അപ്പൊ ബേസിക്കലി സൂര്യന്റെ കോറിലാണ് ടെമ്പറേച്ചർ കൂടുതൽ. നമ്മുടെ എർത്തിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എർത്തിന്റെ അകത്തേക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കൂടി കൂടി വരും. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലാണ്, കോർ റീജിയനിലാണ് ടെമ്പറേച്ചർ കൂടുതൽ. അതുപോലെ തന്നെയാണ് എല്ലാ പ്ലാനറ്റ്സിന്റെ കേസിലും. സൂര്യന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. കോറിലേക്ക് വരുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടുതൽ. സൂര്യന്റെ കോറിൽ 16 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരു ടെമ്പറേച്ചർ ആണത്. ഓക്കെ, 6000 ഡിഗ്രി സെൽഷ്യസ് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ 16 മില്യൺ ഡിഗ്രി സെൽഷ്യസിന്റെ കേസ് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ദ പീരീഡ് ഓഫ് റൊട്ടേഷൻ 25 days and 9 hours. ഓക്കെ, എർത്തിലെ ടൈം വെച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് എർത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഡേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എർത്തിന്റെ ആ ടൈം വെച്ച് സൂര്യൻ ഒന്ന് സ്വയം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരണമെങ്കിൽ 25 days 9 hours എടുക്കും. ഇനി the sun is composed of roughly 98% hydrogen and helium. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ട് എലമെന്റ്സ് ആണ് ഹൈഡ്രജനും ഹീലിയവും. നമ്മുടെ സൂര്യൻ മാത്രമല്ല, എല്ലാ സ്റ്റാർസും തന്നെ ബേസിക്കലി ഹൈഡ്രജനും ഹീലിയവുമാണ് ഇതിന്റെ മെയിൻ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ സണ്ണിന്റെ കേസിലാണെങ്കിലും 98% ഹൈഡ്രജനും ഹീലിയവുമാണ്. ആൻഡ് സൺ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സൺ റൊട്ടേറ്റ് ചെയ്യുന്നത്. സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യാൻ 25 days and 9 hours വേണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പാർക്കർ സോളാർ പ്രോബ്. സോ പാർക്കർ സോളാർ പ്രോബ് ഈസ് എ NASA space probe. It was launched with the objective of making observations of outer corona of the sun. It is the first spacecraft to fly into low solar corona. Choose the correct statements. Parker Solar Probe is a NASA space probe. It was launched with the objective of making observations of outer corona of the sun. It is the first spacecraft to fly into low solar corona. റീസെന്റ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തു വന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബേസിക്കലി കറണ്ട് അഫയേഴ്സിൽ ഇതുപോലെ ഏതെങ്കിലും സ്പേസ് ക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സോ ഒക്കെ മെൻഷൻ ചെയ്യുമ്പോൾ എക്സാം പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. UPSC സ്ഥിരം ചോദിക്കുന്നതാണ്, KASനും ചോദിക്കാം. സോ ബേസിക്കലി ഇതിന്റെ ആൻസർ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. പാർക്കർ സോളാർ പ്രോബ് നാസയുടെ സ്പേസ് പ്രോബ് ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് നാസ റീസെന്റ് അയച്ച ഒരു സ്പേസ് പ്രോബ് ആണ് പാർക്കർ സോളാർ പ്രോബ്. അപ്പൊ ബേസിക്കലി സണ്ണിന്റെ ഔട്ടർ കൊറോണയെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ഫ്ലൈ ഇൻ ടു ലോ സോളാർ കൊറോണ. അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ മാൻമെയ്ഡ് സ്പേസ് ക്രാഫ്റ്റ് ആണ് പാർക്കർ സോളാർ പ്രോബ്. ഓക്കെ, ഇനി നമുക്ക് സൂര്യനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ദ സോളാർ ഇന്റീരിയർ ഫ്രം ദ ഇൻസൈഡ് ഔട്ട് ഈസ് മേഡ് അപ്പ് ഓഫ് ദ കോർ, റേഡിയേറ്റീവ് സോൺ ആൻഡ് കൺവെക്റ്റീവ് സോൺ. ഓക്കെ, അപ്പൊ നമ്മൾ പിക്ചറിലേക്ക് നോക്കിയാൽ ഇതിലെ ഏറ്റവും നടുക്ക് കാണുന്നതാണ് കോർ റീജിയൻ. കോറിന് തൊട്ട് മുകളിൽ കാണുന്നത് റേഡിയേറ്റീവ് സോൺ ആണ്. അതിന് മുകളിലാണ് കൺവെക്റ്റീവ് സോൺ വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോർ, ദിസ് ഈസ് റേഡിയേറ്റീവ് സോൺ ആൻഡ് ദിസ് ഈസ് കൺവെക്റ്റീവ് സോൺ. And the solar atmosphere above that consists of photosphere and chromosphere. So സൂര്യന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ട് ബേസിക്കലി നമ്മൾ തിരിക്കാറുണ്ട്. ഫോട്ടോസ്ഫിയർ എന്നും ക്രോമോസ്ഫിയർ എന്നും അതുപോലെ കൊറോണ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, സോ ആ ഫോട്ടോസ്ഫിയറും ക്രോമോസ്ഫിയറും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. So photosphere, what do you mean by a photosphere? So photosphere is a bright outer layer of the sun that emits most of the radiation. ഓക്കെ, ഏറ്റവും കൂടുതൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സൂര്യന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ഔട്ടർ ലെയറിനെ നമ്മൾ ഫോട്ടോസ്ഫിയർ എന്ന് വിളിക്കും. ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയറിന്റെ മുകളിൽ കാണുന്ന ലെയറിനെയാണ് ക്രോമോസ്ഫിയർ എന്ന് വിളിക്കുക. ഓക്കെ, സോ ക്രോമോസ്ഫിയർ ഇസ് ദ
Just above the photosphere is chromosphere. And photosphere is an extremely uneven surface. Okay, atra evenly spaced ആയിട്ടുള്ള ഒരു surface അല്ല photosphere. And chromosphere, it is relatively a thin layer of burning gases. And photosphere and effective temperature on the outer side of photosphere is 6000 degrees Celsius. പക്ഷെ chromosphere കുറച്ചും കൂടെ കൂളർ ആണ് കമ്പാരിറ്റീവ്ലി. ഫോട്ടോസ്ഫിയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂളർ ആണ്. ആക്ച്വലി 4320 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്രോമോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടെമ്പറേച്ചർ ആണ്. പക്ഷെ ഫോട്ടോസ്ഫിയറിനെ വെച്ചും ക്രോമോസ്ഫിയറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഫോട്ടോസ്ഫിയർ ആണ് കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂടുതൽ. 6000 ഡിഗ്രി സെൽഷ്യസ് വരും. ക്രോമോസ്ഫിയറിന് കുറച്ച് 1500ഓളം ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. 4320 ഡിഗ്രി സെൽഷ്യസ് ആണ് ബേസിക്കലി ക്രോമോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ കൊറോണ? നമ്മൾ സാധാരണ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് ഈ കൊറോണ എന്ന്. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നമ്മളത് കേൾക്കുന്നുണ്ട്. പക്ഷെ കൊറോണ എന്ന സൂര്യനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൊറോണ എന്നാൽ എന്താണ്? കൊറോണ അറ്റ്മോസ്ഫിയർ ആണ്. സൂര്യന്റെ അറ്റ്മോസ്ഫിയറിനെയാണ് ബേസിക്കലി കൊറോണ എന്ന് വിളിക്കുന്നത്. എ കൊറോണ ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് അറ്റ്മോസ്ഫിയർ ഓഫ് പ്ലാസ്മ that surrounds the sun and the other celestial bodies. Almost എല്ലാ സ്റ്റാർസിനെയും, നമ്മുടെ സൂര്യൻ അടങ്ങുന്ന എല്ലാ സ്റ്റാർസിനെയും സറൗണ്ട് ചെയ്യുന്ന അതിന്റെ അറ്റ്മോസ്ഫിയർ. ആ അറ്റ്മോസ്ഫിയർ ബേസിക്കലി പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മൾ പറയാറുണ്ട് there are 4 states of matter: solid, liquid, gaseous and plasma. Plasma is the 4th state of matter. And plasma എന്ന് പറഞ്ഞാൽ ബേസിക്കലി they are charged ions. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് പ്ലാസ്മയിൽ ബേസിക്കലി ഉള്ളത്. ഓക്കെ, അപ്പൊ സൂര്യന്റെ കൊറോണ എന്ന് പറഞ്ഞാൽ ഈ ചാർജ്ഡ് അയോൺസ് ആയിട്ടുള്ള ഈ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ കൊറോണ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ സൺസ് കൊറോണ എക്സ്റ്റെൻഡ്സ് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് ഇൻ ടു സ്പേസ് ആൻഡ് ഇസ് മോസ്റ്റ് ഈസിലി സീൻ ഡ്യൂറിംഗ് എ ടോട്ടൽ സോളാർ എക്ലിപ്സ്. ഈ പിക്ചർ ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സിന്റെ സമയത്ത് എടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് ആ കാണുന്ന ബ്രൈറ്റ് റീജിയൻ, ഓക്കെ, വെളുത്ത് നമ്മൾ ബ്രൈറ്റ് ആയിട്ട് കാണുന്ന ആ റീജിയൻ, അതിനെയാണ് ബേസിക്കലി കൊറോണ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ടോട്ടൽ സോളാർ എക്ലിപ്സിന്റെ സമയത്ത് മാത്രമേ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കൊറോണ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ കൊറോണ ബേസിക്കലി അതിന്റെ സൂര്യന്റെ അറ്റ്മോസ്ഫിയർ ആണ്. അത് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ്, സൂര്യന്റെ സർഫസിൽ നിന്ന് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സൂര്യന്റെ അറ്റ്മോസ്ഫിയർ ആണ്. അത് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ. ഓക്കെ, അറ്റ്മോസ്ഫിയർ ഓഫ് സൺ ഇസ് കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ. ഓക്കെ, so corona is visible during a total solar eclipse. And ഈ പിക്ചറിൽ കാണുന്ന ബ്രൈറ്റ് ലൈറ്റ് കൊറോണയാണ്. ഓക്കെ, so what do you mean by a sunspot? Okay, sunspot, a dark patch on the surface of the sun is known as a sunspot. പിക്ചറിൽ നമുക്കൊരു ബ്ലാക്ക് സ്പോട്ട് കാണാം. ഓക്കെ, ആ ബ്ലാക്ക് സ്പോട്ടിനെയാണ് നമ്മൾ സൺസ്പോട്ട്സ് എന്ന് വിളിക്കുക. അപ്പൊ സൂര്യന്റെ സർഫസിൽ കാണുന്ന ഇങ്ങനത്തെയുള്ള ബ്ലാക്ക് സ്പോട്ട്സിനെ നമ്മൾ സൺസ്പോട്ട്സ് എന്ന് വിളിക്കും. ആ സൺസ്പോട്ട്സ് അങ്ങനെ ഡാർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ കാണാനുള്ള ബേസിക് റീസൺ എന്താണ്? കാര്യം അതിനോട് ചേർന്ന് കിടക്കുന്ന റീജിയനേക്കാളും ആ ബ്ലാക്ക് സ്പോട്ട് ഉള്ള റീജിയൻ കുറച്ച് കൂളറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതൊരു ഡാർക്ക് കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ബേസിക്കലി സൺസ്പോട്ട്സ് ആ റീജിയൻസ് സറൗണ്ടിങ് ക്രോമോസ്ഫിയറിനേക്കാളും ഒരു 500 മുതൽ 1500 ഡിഗ്രി സെൽഷ്യസ് കൂളറാണ്. ആ കൂളർ ടെമ്പറേച്ചർ സറൗണ്ടിങ് ക്രോമോസ്ഫിയറിനേക്കാളും അത്രയും ഡിഗ്രി സെൽഷ്യസ് കൂളർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്നത് പോലെ അത് ഡാർക്ക് സ്പോട്ട്സിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ സിദ്ധാർത്ഥ് ഇതിന്റെ PDF നമുക്ക് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് ഇതിന്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ PDF. Okay, so the individual sunspot has a lifetime ranging from a few days to a few months. അപ്പോൾ ഈ സൺസ്പോട്ട് സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാകത്തില്ല. ഇത് കുറച്ച് സമയം, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സൺസ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പെർമനന്റ് ആയിട്ടുള്ള സംഭവമല്ല. ഇറ്റ്സ് എ ടെമ്പററി തിങ് ആൻഡ് സൺസ്പോട്ട്സ് ആർ ടെമ്പററി തിങ്സ്. ആൻഡ് ബേസിക്കലി ഇത്രയും കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സൺസ്പോട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ടെമ്പറേച്ചർ കുറച്ച് കൂളറാണ്. സറൗണ്ടിങ് ഏരിയസിനേക്കാളും ആ റീജിയനിൽ ടെമ്പറേച്ചർ കൂളർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത് ഡാർക്ക് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഓക്കെ, ആൻഡ് ഈച്ച് സ്പോട്ട് ഹാസ് എ ബ്ലാക്ക് സെന്റർ ഓർ അംബ്ര ആൻഡ് എ ലൈറ്റർ റീജിയൻ ഓർ പെനംബ്ര സറൗണ്ടിങ്. അപ്പോൾ എല്ലാ സൺസ്പോട്ട്സിനും
രണ്ട് റീജിയൻ ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും നടുക്കത്തെ പോർഷൻ, അതിന്റെ കോർ ഭാഗം കുറച്ചും കൂടെ ഡാർക്കർ ആയിരിക്കും. ആ ഡാർക്കർ പാച്ച് റീജിയൻസിനെ നമ്മൾ അംബ്ര എന്ന് വിളിക്കും. അതിനെ സറൗണ്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള പോർഷനെ നമ്മൾ പെനംബ്ര എന്ന് വിളിക്കും. ഓക്കെ, സോ അടുത്തതാണ് സോളാർ ഫ്ലെയർ. എന്താണ് ഒരു സോളാർ ഫ്ലെയർ? സോ സോളാർ ഫ്ലെയർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ സൺസ് സർഫസ് ഡ്യൂ ടു മാഗ്നറ്റിക് അനോമലീസ്. ഓക്കെ, ബേസിക്കലി എല്ലാ സെലസ്റ്റിയൽ ബോഡീസിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൂര്യനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അനോമലീസ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും അങ്ങോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ചേഞ്ച് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് അനോമലീസ് ഉണ്ടാകും. അപ്പൊ ഈ മാഗ്നറ്റിക് അനോമലീസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ സോളാർ ഫ്ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഈ സോളാർ ഫ്ലെയർസിനെ മാഗ്നറ്റിക് സ്റ്റോംസ് എന്ന് വിളിക്കാറുണ്ട്. Okay, they are magnetic storms which appear to be very bright spots with a gaseous surface eruption. ഈ പിക്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സൂര്യന്റെ സർഫസിൽ നിന്ന് ഇറപ്റ്റ് ചെയ്ത്, ഓക്കെ, ഒരു നമ്മൾ ഈ ലാവ ഇറപ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ഇറപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഇറപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോളാർ ഫ്ലെയർസ് എന്ന് വിളിക്കുക. നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് സൂര്യന്റെ സർഫസിൽ നിന്ന് സ്പേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ സോളാർ ഫ്ലെയർസ്. And as solar flares are pushed through the corona, they heat its gas to anywhere from 10 to 20 million degrees Celsius. അപ്പോൾ ഈ സോളാർ ഫ്ലെയർ ഒരു ഇറപ്ഷൻ ആണ്, സൂര്യന്റെ സർഫസിൽ നിന്നുള്ള ഒരു ഇറപ്ഷൻ ആണ്. ക്രോമോസ്ഫിയർ അല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യന്റെ അറ്റ്മോസ്ഫിയറിലൂടെ ഇറപ്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ സോളാർ ഫ്ലെയർ എന്ന് വിളിക്കുന്നത്. ആ സോളാർ ഇറപ്ഷൻസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് അനോമലീസ് മൂലമാണ് ആ ഇറപ്ഷൻ നടക്കുന്നത്. ആൻഡ് ആ ഇറപ്ഷൻ കൊറോണയിലൂടെയാണ്, സൂര്യന്റെ അറ്റ്മോസ്ഫിയർ ആയ കൊറോണയിലൂടെയാണ് ആ സോളാർ ഫ്ലെയർസ് പുഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ആ റീജിയനിലുള്ള ടെമ്പറേച്ചർ 10 to 20 മില്യൺ ഡിഗ്രീസ് വരെ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, കൂടാറുണ്ട്, സാധ്യതയുണ്ടെന്നല്ല, കൂടാറുണ്ട്. ഓക്കെ, ബേസിക്കലി സോളാർ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് അനോമലീസ് മൂലം സൂര്യന്റെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന കുറച്ച് സ്റ്റോംസ്, ഓക്കെ, അതിനെയാണ് നമ്മൾ സോളാർ ഫ്ലെയർസ് എന്ന് വിളിക്കുക. So what do you mean by a solar wind? Solar flare solar wind രണ്ട് കാര്യങ്ങളാണ്, രണ്ടും കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പൊ സോളാർ വിൻഡ് എന്ന് പറഞ്ഞാൽ they are a stream of energized charged particles, primarily electrons and protons, flowing outward from the sun at a speed of 900 km per second and at a temperature of 1 million degrees Celsius. Okay, അപ്പൊ സോളാർ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള എനർജൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും, ചാർജ്ഡ് ആയിട്ടുള്ള എനർജൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സച്ച് ആസ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, അത് സൂര്യന്റെ സർഫസിൽ നിന്ന് ഔട്ട്വേർഡ്, ഓക്കെ, നമ്മൾ സോളാർ ഫ്ലെയർ പോകുന്നത് പോലെ തന്നെയാണ്. പക്ഷെ സോളാർ വിൻഡും സോളാർ ഫ്ലെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോളാർ വിൻഡ് സൂര്യനിൽ നിന്ന്, സൂര്യന്റെ അറ്റ്മോസ്ഫിയറിക് റീജിയനിൽ നിന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, ഭൂമി വരെ എത്തും. ഓക്കെ, സോളാർ വിൻഡിന്റെ ഒരു പ്രത്യേകത, അത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യും, ഭൂമി വരെ എത്തുന്ന ഒരു സംഭവമാണ് ഈ സോളാർ വിൻഡുകൾ. ഓക്കെ, 900 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ടെമ്പറേച്ചർ 1 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ബേസിക്കലി സോളാർ വിൻഡ് ഇസ് മേഡ് അപ്പ് ഓഫ് പ്ലാസ്മ, ചാർജ്ഡ് ആയിട്ടുള്ള അയണൈസ്ഡ് ആയിട്ടുള്ള ആറ്റംസ് ആണ് പ്ലാസ്മ. അപ്പോൾ സോളാർ വിൻഡ് പ്ലാസ്മ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് സൂര്യന്റെ സർഫസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഭൂമി വരെ എത്തുന്ന ഒന്നാണ് സോളാർ വിൻഡ്. വേറെ സോളാർ ഫ്ലെയർ എങ്ങനെയാണ്? സോളാർ ഫ്ലെയർ ഭൂമി വരെ അങ്ങനെ എത്തത്തില്ല. സോളാർ ഫ്ലെയർ ആ സൂര്യന്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ അല്ലെങ്കിൽ ആ കൊറോണയിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെയാണ് സോളാർ ഫ്ലെയർ എന്ന് വിളിക്കുക. എന്നാൽ സോളാർ വിൻഡ് കൊറോണയും കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് ഭൂമി വരെ എത്തും. ഓക്കെ, ആ ബേസിക് വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സോളാർ സൈക്കിൾ. What do you mean by a solar cycle? So basically solar cycle എന്ന് പറഞ്ഞാൽ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സോളാർ സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പൊ നമുക്കറിയാം, ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിന് ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭൂമിയുടെ കേസിലാണെങ്കിലും ഭൂമിക്കും ഒരു നോർത്ത് പോളും സൗത്ത് പോളും, മാഗ്നറ്റിക് നോർത്ത് പോളും ഉണ്ട്, ഒരു മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട്. അതുപോലെ തന്നെ സൂര്യനും ഒരു മാഗ്നറ്റിക് നോർത്ത് പോളും ഒരു മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട്. ഈ മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല, അതെപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കത്തില്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മാഗ്നറ്റിക് നോർത്തും സൗത്ത് പോൾസും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ സൂര്യന്റെ കേസിൽ
11 വർഷം കൂടുമ്പോൾ ഈ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഫ്ലിപ്പ് ചെയ്യും. അതായത് 11 വർഷം കഴിയുമ്പോൾ ഇപ്പോ മാഗ്നറ്റിക് നോർത്ത് എവിടെയായിരുന്നോ ആ സ്ഥലത്ത് മാഗ്നറ്റിക് സൗത്ത് വരും. മാഗ്നറ്റിക് സൗത്ത് ആയിരുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് നോർത്ത് വരും. നേരെ ഉൾട്ടയടിക്കും. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഉൾട്ടയടിച്ച് തിരിച്ചു വരുന്ന സമയം, ഉൾട്ടയടിക്കുന്ന ആ പ്രതിഭാസത്തെയാണ് സോളാർ സൈക്കിൾ എന്ന് വിളിക്കുക. അങ്ങനെ ആ ഉൾട്ടയടിക്കുന്നത് 11 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ, 11 വർഷം കൂടുമ്പോൾ ഉൾട്ടയടിക്കും, വീണ്ടും 11 വർഷം കൂടുമ്പോൾ വീണ്ടും ഉൾട്ടയടിക്കും. അങ്ങനെ 11 വർഷം മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് പോളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഭാസത്തെയാണ് നമ്മൾ സോളാർ സൈക്കിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഈ എർത്തിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. എർത്തിന്റെ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഫിക്സ്ഡ് അല്ല. ഓക്കെ, നമ്മൾ സാധാരണ മാഗ്നറ്റിക് നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയാറുണ്ട്. നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്ന നോർത്ത് പോളും സൗത്ത് പോളും ലാറ്റിറ്റ്യൂഡൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതല്ലാതെ എർത്തിന് ഒരു മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്ന നോർത്ത് പോളിന്റെ ആ പോയിന്റിലല്ല, ഈ പറയുന്ന നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും പോയിന്റിലല്ല ഭൂമിയുടെ ആക്ച്വൽ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഇരിക്കുന്നത്. കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. ആൻഡ് ആ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും എർത്തിന്റെ കേസിലാണെങ്കിൽ പോലും അത് ഫിക്സ്ഡ് അല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഭൂമിയുടെ കേസിലാണെങ്കിലും വർഷങ്ങൾ, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൂടുമ്പോൾ ഈ നോർത്ത് പോളും സൗത്ത് പോളും ഫ്ലിപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഉൾട്ടയടിച്ച് വരാറുണ്ട്. ഇപ്പോൾ നോർത്ത് പോൾ ആയിരിക്കുന്ന സമയത്ത് നോർത്ത് പോൾ ഇരിക്കുന്ന പോയിന്റിൽ സൗത്ത് പോൾ വരും. ഭൂമിയുടെ കേസിൽ അങ്ങനെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഭൂമിക്ക് മാഗ്നറ്റിക് നോർത്തും സൗത്തും ഫ്ലിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഭൂമിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത് സാധാരണ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഓക്കെ, സൂര്യൻ കുറച്ചും കൂടെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ബോൾ ഓഫ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ഹോട്ട് ഗ്യാസ് ആയതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് നോർത്തും സൗത്തും ഫ്ലിപ്പ് ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റർ ആയിട്ട് നടക്കുന്നത്. 11 വർഷം കൂടുമ്പോൾ നടക്കുന്നത് അതുകൊണ്ടാണ്. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് സൂര്യന്റെ കേസിൽ നടക്കുക. ഭൂമിയുടെ കേസിൽ കുറച്ചുകൂടെ സ്ലോ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കാണാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് നോർത്തേൺ ലൈറ്റ്സ്. ഇറ്റ് occurs in the troposphere. It is commonly seen in Arctic and Antarctic regions. It happens due to global warming. Choose the correct statements. Okay, it occurs in the troposphere. It is commonly seen in Arctic and Antarctic regions. It happens due to global warming. ഏതൊക്കെയാണ് correct statements? Okay, so the answer is C, 2 only. Second statement മാത്രമാണ് ശരി. 1 and 3 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. സോ നോർത്തേൺ ലൈറ്റ്സിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, ഒറോറ. ഓക്കെ, ഒറോറാസ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഒറോറാസ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പല ലെയേഴ്സ് ഉണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനെ പല ലെയേഴ്സ് ഉണ്ട്. അതിൽ എക്സോസ്ഫിയർ അല്ലെങ്കിൽ മാഗ്നറ്റോസ്ഫിയർ, ഔട്ടർ അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് ഈ ഒറോറ പ്രതിഭാസം അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ അല്ല ഈ ഒറോറാസ് നടക്കുന്നത്, എക്സോസ്ഫിയർ ഭാഗത്താണ്. ആൻഡ് ഒറോറാസ് ആർട്ടിക്കിലും അന്റാർട്ടിക് റീജിയൻസിലുമാണ് നമ്മൾ കോമൺലി കാണുന്നത്. അത് ഗ്ലോബൽ വാർമിംഗ് മൂലമല്ല സംഭവിക്കുന്നത്. ഒറോറാസ് എന്ന് പറയുന്നത് സോളാർ വിൻഡ്, നമ്മൾ നേരത്തെ കണ്ട സോളാർ വിൻഡും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഒറോറാസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും എല്ലാവരും തന്നെ ഈ ഒരു പ്രതിഭാസം. അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലും ചില സമയങ്ങളിൽ ഇതുപോലെ സ്കൈസിൽ നമുക്ക് ചില കളർഫുൾ ആയിട്ടുള്ള കുറെ ഒരു ഷോ കാണാൻ പറ്റും. പല പച്ച, നീല, മഞ്ഞ, അങ്ങനെ പല പല കളറിൽ ഒരു എന്താ പറയാ ഒരു ലൈറ്റ് പ്രതിഭാസം നമുക്ക് കാണാം. അതിനെയാണ് നമ്മൾ ഒറോറ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു ലൈറ്റ് ഡിസ്പ്ലേ ആണ്. സോ അറോറ ഇസ് എ നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ഇൻ ദ സ്കൈ, predominantly seen in high latitudes such as Arctic and Antarctic regions. Okay, and this is basically due to reaction between അല്ലെങ്കിൽ interaction between the charged particles, mainly electrons and protons. Okay, charged ആയിട്ടുള്ള ions. നമുക്കറിയാം സോളാർ വിൻഡിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, സോളാർ വിൻഡിലൂടെ ഭൂമിയിലേക്ക് വരുന്നത് എന്താണ്? പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ് അല്ലെങ്കിൽ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ബേസിക്കലി ഇലക്ട്രോൺസും പ്രോട്ടോൺസുമാണ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യും.
ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന അയോൺസ് എക്സൈറ്റഡ് ആകും. അറ്റ്മോസ്ഫിയറിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, അറ്റ്മോസ്ഫിയറിൽ തന്നെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യുന്നത് പലതരത്തിൽ നമുക്ക് റിലീസ് ചെയ്യാം. നമുക്കറിയാം ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റംസ് എക്സൈറ്റഡ് ആകുമ്പോൾ പല തരത്തിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഹീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാം, ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് റിലീസ് ചെയ്യാം. അപ്പൊ ഈ കേസിൽ എനർജി എക്സൈറ്റഡ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടാണ്. ഓക്കെ, പ്രകാശമായിട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കിലും അന്റാർട്ടിക് റീജിയൻസിലും ഈ പറയുന്ന പോലെ സ്കൈയിൽ നമുക്ക് ഇതുപോലെ ഒരു ലൈറ്റ് ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നത്. കാരണം അത് എക്സൈറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ലൈറ്റ് എനർജി റിലീസ് ചെയ്തത് ലൈറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് സോളാർ ഒറോറാസ് എന്ന് പറയുന്നത്? സോളാർ വിൻഡ്സ് ഇന്ററാക്ടിങ് വിത്ത് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സോളാർ വിൻഡ്സിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെൻ ഇന്ററാക്ടിങ് വിത്ത് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, ഒറോറാസ് ഈസ് ഫോംഡ്. ആൻഡ് ഒറോറാസിന് രണ്ട് തരത്തിലുള്ള ഒറോറാസ് ഉണ്ട്. ഒറോറ ഓസ്ട്രാലിസ് ആൻഡ് ഒറോറ ബോറിയാലിസ്. ഒറോറ ഓസ്ട്രാലിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സദേൺ ഹെമിസ്ഫിയറിൽ, ഓക്കെ, അന്റാർട്ടിക് റീജിയനിൽ കാണപ്പെടുന്ന ഒറോറാസിനെയാണ് ഒറോറ ഓസ്ട്രാലിസ് എന്ന് വിളിക്കുക. ആർട്ടിക് റീജിയനിൽ കാണപ്പെടുന്ന ഒറോറാസിനെയാണ് ഒറോറ ബോറിയാലിസ് എന്ന് വിളിക്കുക. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഓസ്ട്രേലിയ സദേൺ ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, അതുകൊണ്ട് ഒറോറ ഓസ്ട്രാലിസ് എന്ന് പറഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ ഫോം ചെയ്യുന്ന ഒറോറാസ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒറോറ ബോറിയാലിസ്. ഒറോറ ബോറിയാലിസ് ആർട്ടിക് റീജിയനിൽ ഫോം ചെയ്യുന്ന ഒറോറാസ് ആണ്. ഓക്കെ, അപ്പൊ ഒറോറാസിനെ നോർത്തേൺ ലൈറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. Okay, now next topic is geocentric theory. So what do you mean by a geocentric theory? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു തിയറിയാണത്. അതായത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ഓക്കെ, അന്ന് പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ ഐഡിയ എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റും ഭൂമിയും കുറച്ച് ആകാശത്ത് കാണുന്ന കുറച്ച് നക്ഷത്രങ്ങളും പ്ലാനറ്റ്സും മാത്രമായിരുന്നു പ്രപഞ്ചം എന്ന സങ്കല്പത്തില്, മനുഷ്യന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജിയോസെൻട്രിക് തിയറി എന്ന് പറഞ്ഞ തിയറി പ്രപ്പോസ് ചെയ്തപ്പോൾ അവര് ഭൂമിയെ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് എടുത്തിട്ട് ഭൂമിക്ക് ചുറ്റും സൂര്യനും മറ്റു പ്ലാനറ്റ്സും റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അവർ മുന്നോട്ട് വെച്ചത്. ഈ ഐഡിയ ആദ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന പോലെ ഗ്രീക്ക് സയൻസിലും അങ്ങനെയൊക്കെയാണ്. അലക്സാൻഡ്രിയയിലെ ടോളമിയാണ് ആദ്യത്തെ ഒരു ജിയോസെൻട്രിക് മോഡൽ പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ സയൻസ് ആയിരുന്നു അത് ജിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ നമ്മൾ ഹീലിയോസെൻട്രിക് തിയറിയിലേക്ക്, നമ്മൾ മിഡീവൽ എറയിലേക്ക് കടന്നു വരുമ്പോൾ ഹീലിയോസെൻട്രിക് തിയറിയിലേക്ക് വരുന്നുണ്ട്. അതായത് ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു, സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു എന്നുള്ള ഐഡിയയിലേക്ക് വന്നു. അപ്പോഴും പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ട് നമ്മൾ സൂര്യനെ തന്നെയാണ് കാണുന്നത്. കാരണം സോളാർ സിസ്റ്റത്തിന് വെളിയിലേക്ക് മനുഷ്യന് ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഓക്കെ, സോളാർ സിസ്റ്റത്തിന് ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിന്റെ ഐഡിയ മാത്രമേ മനുഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മനുഷ്യൻ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഭൂമിയല്ല സൂര്യനെ ഭൂമിയെയല്ല ബാക്കിയുള്ള പ്ലാനറ്റ്സും സൂര്യനും ചുറ്റുന്നത്, പകരം സൂര്യനെയാണ് എല്ലാ പ്ലാനറ്റ്സും ചുറ്റുന്നത്. ഭൂമി അടക്കമുള്ള എല്ലാ പ്ലാനറ്റ്സും സൂര്യനെയാണ് ചുറ്റുന്നത് എന്നുള്ളൊരു ഐഡിയ, അതാണ് ഹീലിയോസെൻട്രിക് തിയറി. അത് വരുന്നത് മിഡീവൽ ഏജസിലാണ്. കോപ്പർനിക്കസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് എങ്ങാണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. Okay, so heliocentrism is an astronomical model in which Earth and the planets revolve around the sun at the center of the universe. Okay. ഇനി നമുക്ക് ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റത്തെ കുറിച്ച് കാണാം. അപ്പോൾ ഹീലിയോസെൻട്രിക് തിയറി വരെ നമ്മൾ എത്തി. വീണ്ടും സയൻസ് ഡെവലപ്പ് ചെയ്തതിനനുസരിച്ച് നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും യൂണിവേഴ്സിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിനെ കുറിച്ചുള്ള ഒരു തിയറിയാണിത്. So our solar system formed about 4.5 billion years ago from a dense cloud of interstellar gas and dust. Okay, ഒരു dense cloud of interstellar gas and dust ൽ നിന്നാണ് നമ്മുടെ സോളാർ സിസ്റ്റം 4.5 billion years ago ഫോം ചെയ്തത്. ഈ ക്ലൗഡ് ഒരു ഹെവി ഡെൻസ് ക്ലൗഡ് ആണ്. ആ ക്ലൗഡ് അങ്ങ് കൊളാപ്സ് ചെയ്യാനുള്ള കാരണം ഇതിനടുത്ത് തന്നെ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു, ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. ആ സ്റ്റാർ ഒന്ന് എക്സ്പ്ലോഡ് ചെയ്തു. ഒരു സ്റ്റാറിന്റെ എക്സ്പ്ലോഷനെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർനോവ പ്രതിഭാസം ഉണ്ടായപ്പോൾ ഒരു ഷോക്ക് വേവ്, ഒരു എനർജി ഷോക്ക് വേവ് ഉണ്ടായി. ആ എനർജി ഷോക്ക് വേവ് മൂലം ഈ ക്ലൗഡ്, ഈ ഡെൻസ് ക്ലൗഡ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് കൊളാപ്സ് ചെയ്തു.
ഓക്കെ, അപ്പൊ ആ കൊളാപ്സ് ചെയ്തപ്പോൾ ആ ഡസ്റ്റ് ക്ലൗഡ് കൊളാപ്സ് ചെയ്ത് ഫോം ചെയ്ത ഒരു സോളാർ നെബുലയാണ്. ആ സോളാർ നെബുലയുടെ പ്രത്യേകത അത് സ്പിൻ ചെയ്യാൻ ആരംഭിച്ചു. ഒരു ഡിസ്ക് പോലെ അത് സ്പിൻ ചെയ്യാൻ ആരംഭിച്ചു. ഈ സൂപ്പർനോവയുടെ എനർജി ഷോക്ക് വേവ് മൂലമാണ് ആ ഡെൻസ് ക്ലൗഡ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് സ്പിൻ ചെയ്യുന്ന ഒരു ഡിസ്ക് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ സ്പിൻ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അതിന്റെ ഗ്രാവിറ്റി ആക്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ സെൻട്രൽ പോർഷനിലേക്ക് ഗ്രാവിറ്റി കൂടുതൽ മെറ്റീരിയൽസിനെ നടുക്കിലേക്ക് പുള്ള് ചെയ്യാൻ തുടങ്ങി. ആ സ്പിന്ന് ചെയ്യാൻ തുടങ്ങിയ ഡിസ്കിന്റെ സെൻട്രൽ പോർഷനിലേക്ക് ഗ്രാവിറ്റി മൂലം കൂടുതൽ മെറ്റീരിയൽസ് ആ സെൻട്രൽ പോർഷനിലേക്ക് പുഷ് ചെയ്യാൻ തുടങ്ങി. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി അറിയാം, ഒരു വസ്തുവിനെ അതിന്റെ സെൻട്രലിലേക്ക് ആകർഷിക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ ഗ്രാവിറ്റി ആക്ട് ചെയ്തത് മൂലം ആ സെന്ററിലേക്ക്, ആ ഡിസ്കിന്റെ സെന്ററിലേക്ക് സകല മെറ്റീരിയലിനെയും അത് പുഷ് ചെയ്യാൻ തുടങ്ങി. ഇവൻച്വലി ദ പ്രഷർ ഇൻ ദ കോർ വാസ് സോ ഗ്രേറ്റ് ദാറ്റ് ഹൈഡ്രജൻ ആറ്റംസ് ബിഗാൻ ടു കമ്പൈൻ ടു ഫോം ഹീലിയം, റിലീസിംഗ് എ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി. അപ്പൊ ആ നടുക്കിലേക്ക്, ആ സെൻട്രൽ പോർഷനിലേക്ക് ഗ്രാവിറ്റി കൂടുതൽ മെറ്റീരിയൽസിനെ പുൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ കോർ റീജിയനിലുള്ള പ്രഷർ കൂടിയപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഹീലിയം ആറ്റം ഫോം ചെയ്യാൻ തുടങ്ങി. ഹീലിയം ആറ്റം ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് സൂര്യൻ ജനിക്കുന്നത്. അങ്ങനെയാണ് ഹീലിയം ആറ്റം ഫോം ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് നമ്മുടെ സൂര്യൻ ജനനം എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ സൂര്യൻ ജനനം എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡെൻസ് ക്ലൗഡ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ്, ആ ഡെൻസ് ക്ലൗഡിൽ ഉണ്ടായിരുന്ന 99% മാറ്ററും സൂര്യനിൽ ഒത്തുചേർന്നു. അല്ലെങ്കിൽ ഈ നമ്മുടെ സൂര്യൻ ജനിച്ചപ്പോൾ ആ ഡെൻസ് ക്ലൗഡ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ് ആൻഡ് ഡസ്റ്റിന്റെ 99% മാറ്ററും സൂര്യൻ അമാസ് ചെയ്തു. സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ 99% മാസം സൂര്യനിലാണ് ഇരിക്കുന്നത്. ബാക്കി 1% സോളാർ സിസ്റ്റത്തിലുള്ള ഈ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും അതുപോലെ ആസ്ട്രോയിഡ്സും മീറ്ററോയിഡ്സും എല്ലാം കൂടെ 1% മേക്ക് ചെയ്യുന്നുള്ളൂ. 99% സോളാർ സിസ്റ്റത്തിന്റെ മാസ് ഇരിക്കുന്നത് സൂര്യനിൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് മാറ്റർ ഫാർദർ ഔട്ട് in the disk was also clumping together. These clumps smashed into one another, forming larger and larger objects. അതായത് ആ 99% മാസും കൂടി ചേർന്ന് സൂര്യൻ ഫോം ചെയ്തു. ബാക്കി 1% മാസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഉണ്ട്. ആ ബാക്കി 1% മെറ്റീരിയൽസ് പതുക്കെ ക്ലംപ് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരാൻ തുടങ്ങി. കൂടിച്ചേർന്ന് അത് ലാർജർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഫോം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കൂടിച്ചേർന്ന് ലാർജർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഫോം ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലാർജർ ആയിട്ടുള്ള സോ കൂടിച്ചേർന്ന് അത് ലാർജർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഫോം ചെയ്യാൻ തുടങ്ങി. ആൻഡ് സം ഓഫ് ദം ഗ്രൂ ബിഗ് ഇനഫ് ഫോർ ദെയർ ഗ്രാവിറ്റി ടു ഷേപ്പ് ദം ഇൻ ടു സ്പിയേഴ്സ്, ബിക്കമിംഗ് പ്ലാനറ്റ്സ്, ഡ്വാർഫ് പ്ലാനറ്റ്സ് ആൻഡ് ലാർജ് മൂൺസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം എല്ലാ പ്ലാനറ്റ്സും തന്നെ ഒരു സ്ഫിയർ ഷേപ്പിലാണ്. ഓക്കെ, ഒരു ബോളിന്റെ ഷേപ്പിലാണ് എല്ലാ പ്ലാനറ്റ്സും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലാർജ് മൂൺസും എല്ലാ പ്ലാനറ്റ്സും ഈ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ഫിയറിന്റെ ഷേപ്പിലേക്ക് വന്നത്? ഗ്രാവിറ്റിയാണ് അതിന്റെ കാര്യം. ഓക്കെ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ പോർഷനിലേക്ക്, എല്ലാ വശത്തു നിന്നും ഒരുപോലെ സെൻട്രൽ പോർഷനിലേക്ക് ആകർഷിക്കുന്ന ഒരു ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും സെൻട്രൽ പോർഷനിലേക്ക് ഒരുപോലെ ആകർഷിക്കുന്നത് മൂലം എന്ത് സംഭവിക്കും? അതൊരു സ്ഫിയർ ആയിട്ടേ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാ വശത്തു നിന്നും ഒരുപോലെ 360 ഡിഗ്രീസിലും ഒരുപോലെ ഒരേ ഫോഴ്സിൽ ആകർഷിക്കുന്നത് മൂലമാണ്. അങ്ങനെ ആകർഷിക്കുമ്പോൾ ഒരേ ഒരു ഷേപ്പേ അതിന് ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് സ്ഫിയർ ഷേപ്പാണ്. അതുകൊണ്ടാണ് എല്ലാ പ്ലാനറ്റ്സും ആവശ്യത്തിന് ഗ്രാവിറ്റി ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജ് മാസസ്, ഈ പറയുന്ന ലാർജ് ഒബ്ജക്ട്സ് സ്ഫിയർ ഷേപ്പിൽ ആയി മാറിയത്. അങ്ങനെ വളരെ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ പ്ലാനറ്റ്സ് ആയിട്ട് മാറി. കുറച്ച് സൈസ് കുറഞ്ഞത് ഡ്വാർഫ് പ്ലാനറ്റ്സ് ആയിട്ട് മാറി, ചിലത് മൂൺ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള 1%ലുള്ള മെറ്റീരിയൽസ് ക്ലംപ് ചെയ്ത് ഓക്കെ, അത് കോയലൈസ് ചെയ്താണ് ബാക്കിയുള്ള പ്ലാനറ്റ്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തത്. ഓക്കെ, ചില കേസിൽ പ്ലാനറ്റ്സ് ഫോം ചെയ്തില്ല. നമുക്കറിയാം ഭൂരിഭാഗം മാസും കൂടെ ചേർന്ന പ്ലാനറ്റ്സ് ആണ് ഫോം ചെയ്തത്. പക്ഷെ ചില ഭാഗങ്ങൾ കൂടിച്ചേർന്നില്ല, ചില ക്ലംസിന് കൂടിച്ചേരാൻ സാധിച്ചില്ല. അങ്ങനെ കൂടിച്ചേരാൻ സാധിക്കാതെ പോയ ക്ലംസ് ആണ് നമ്മൾ ഇന്ന് സോളാർ സിസ്റ്റത്തിന് ആസ്ട്രോയിഡ് ബെൽറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ആസ്ട്രോയിഡ് ബെൽറ്റിൽ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കുറെ പീസസ് കാണാൻ പറ്റും. ആ പീസസ് ബേസിക്കലി അങ്ങനെ ക്ലംപ് ചെയ്ത് ഒരു പ്ലാനറ്റ് ഫോം ചെയ്യാൻ പറ്റാത്ത പീസസിന്റെ ഒരു ബാക്കി പത്രമാണ്. ഓക്കെ, ആ പറയുന്ന ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണുന്ന ആ ആസ്ട്രോയിഡ്സ് ഈ സോളാർ സിസ്റ്റം ഫോം ചെയ്ത ഇനീഷ്യൽ ടൈമിൽ ആ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം കൂടെ ക്ലംപ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാനറ്റ് ഫോം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ അതിന് ഫോം ചെയ്യാൻ സാധിച്ചില്ല. ബേസിക്കലി അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിനോട് തൊട്ട് ചേർന്ന് വളരെ ലാർജ് ആയിട്ടുള്ള ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ലാർജ് മാസ് ഓഫ്
പ്ലാനറ്റ്, ഒരു വലിയ പ്ലാനറ്റ് ഫോം ചെയ്തതുകൊണ്ടാണ് ഈ പറയുന്ന ആ റീജിയനിൽ കണ്ട ആ മെറ്റീരിയൽസിന് കൂടിച്ചേർന്ന് ഒരു പ്ലാനറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ സാധിക്കാതെ പോയത്. എനിവേ ഇന്ന് അങ്ങനെ കൂടിച്ചേർന്ന് പ്ലാനറ്റ് ആവാൻ സാധിക്കാതെ പോയ മെറ്റീരിയൽസ് എല്ലാം തന്നെ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ജൂപ്പിറ്ററിന്റെയും മാർസിന്റെയും ഇടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, and some other smaller leftover pieces became asteroids, comets, meteoroids and small irregular moons. അപ്പോൾ ആസ്ട്രോയിഡ്സ് മാത്രമല്ല, അങ്ങനെ കൂടിച്ചേർന്ന് പ്ലാനറ്റ്സ് ഫോം ചെയ്യാതെ പോയ മെറ്റീരിയൽസ് ആസ്ട്രോയിഡ്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, കോമറ്റ്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, മീറ്ററോയിഡ്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ മൂൺസ്, ഇറഗുലാർ ഷേപ്ഡ് ആയിട്ടുള്ള, സ്ഫിയർ ഷേപ്പിലല്ലാത്ത ഇറഗുലാർ ആയിട്ടുള്ള മൂൺസും ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ ഒരു സ്ഫിയർ ഷേപ്പിലാകണമെങ്കിൽ അതിനാവശ്യത്തിന് മാസ് ഉണ്ടാകണം. ഓക്കെ, ആവശ്യത്തിന് സൈസും മാസും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാവിറ്റി ആവശ്യത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ആവശ്യത്തിന് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സ്ഫിയർ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ചില മൂൺസിനൊക്കെ സ്ഫിയർ ഷേപ്പ് ഇല്ലാത്തത്. കാരണം അതിന് ആവശ്യത്തിന് ഗ്രാവിറ്റി ഇല്ല, അതുകൊണ്ടാണ് അത് സ്ഫിയർ ഷേപ്പിലേക്ക് മാറാത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ആദ്യം ഉണ്ടായിരുന്നത് ഒരു ഡെൻസ് ക്ലൗഡ് ആയിരുന്നു. അതൊരു ഷോക്ക് വേവ് മൂലം ഒരു ഡിസ്ക് ആയിട്ട് ഫോം ചെയ്തു. അത് സ്പിൻ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഗ്രാവിറ്റി സെൻട്രൽ പോർഷനിലേക്ക് പുള്ളി ചെയ്യാൻ തുടങ്ങി. സെൻട്രൽ പോർഷനിലേക്ക് പുള്ളി ചെയ്ത് സൂര്യൻ ജന്മം എടുക്കുന്നു. ബാക്കിയുള്ള 1% മാറ്റർ, 99% മാറ്ററും സൂര്യനിൽ തന്നെയാണ് വന്നത്. ബാക്കിയുള്ള 1% മാറ്റർ കോയലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്ലാനറ്റ്സും അതുപോലെ കോയലൈസ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിൾസ്, ആസ്ട്രോയിഡ്സ്, മീറ്ററോയിഡ്സ്, കോമറ്റ്സ്, അങ്ങനെയുള്ള പാർട്ടിക്കിൾസുമായിട്ട് മാറി. ഓക്കെ, സോ എല്ലാത്തിന്റെയും ഒരു കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ് പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഫോഴ്സ് ഗ്രാവിറ്റിയാണ്. ഓക്കെ, നമുക്ക് ഇനി അപ്പോൾ പ്ലാനറ്റ്സിനെ കുറിച്ച് കാണാം. സോളാർ സിസ്റ്റത്തെ കുറിച്ച് കണ്ടു, സൂര്യനെ കുറിച്ച് കണ്ടു, ഇനി പ്ലാനറ്റ്സിനെ കുറിച്ച് നോക്കാം. സോ ബേസിക്കലി പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെലസ്റ്റിയൽ ബോഡി മൂവിംഗ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൌണ്ട് എ സ്റ്റാർ ഈസ് നോൺ ആസ് എ പ്ലാനറ്റ്. ഓക്കെ, എ സെലസ്റ്റിയൽ ബോഡി, ഒരു സ്റ്റാറിന് ചുറ്റും, നമ്മുടെ സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിക്കാണ് നമ്മൾ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. പണ്ട് നമ്മൾ സയൻസ് അത്ര വികസിക്കാതിരുന്ന സമയത്ത് ഭൂമിക്ക് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് എല്ലാം തന്നെ ഒരു റൗണ്ട് ഓർബിറ്റിലാണ് മൂവ് ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പിന്നീട് സയൻസ് വികസിച്ചതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചു റൗണ്ട് ഓർബിറ്റിലല്ല, എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റ്സിലാണ് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ഓർബിറ്റ് ചെയ്തത്. ഓക്കെ, so the planets of our solar system are divisible into two groups. നമ്മൾ സാധാരണ ഇന്നർ പ്ലാനറ്റ്സ് എന്നും ഔട്ടർ പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. The planets of the inner circle, okay, are called as inner planets അല്ലെങ്കിൽ terrestrial planets. അപ്പോൾ as they lie between the sun and the belt of asteroids, ആസ്ട്രോയിഡ് ബെൽറ്റിനും സൂര്യനും ഇടയിൽ കാണപ്പെടുന്ന പ്ലാനറ്റ്സിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ബേസിക്കലി അത് ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ്? മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ഈ 4 പ്ലാനറ്റ്സിനെയാണ് നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മെറ്റൽസ് ആൻഡ് ബേസിക്കലി ദേ ഹാവ് റിലേറ്റീവ്ലി ഹൈ ഡെൻസിറ്റീസ്. അപ്പോൾ ബേസിക്കലി റോക്സും മെറ്റൽസും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റോക്കി ആയിട്ടുള്ള ഈ പ്ലാനറ്റ്സിനെയാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുക. വേറസ് ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്തേക്ക് കാണപ്പെടുന്ന പ്ലാനറ്റ്സ്, അതായത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ പ്ലാനറ്റ്സിനെ നമ്മൾ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗ്യാസ് പ്ലാനറ്റ്സ് എന്ന് വിളിക്കും, ഗ്യാസ് ജൈൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും. ബേസിക്കലി അതിന്റെ റീസൺ ഈ പറയുന്ന പ്ലാനറ്റ്സ് എല്ലാം തന്നെ ഗ്യാസസ് ആണ്. അതിനൊരു റോക്ക് ആയിട്ടുള്ള ഒരു റോക്കി സർഫസ് ഇല്ല. അത് ബേസിക്കലി ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഗ്യാസസ്. നമ്മളിപ്പോൾ ജൂപ്പിറ്റർ ആണെങ്കിലും സാറ്റേൺ ആണെങ്കിലും അതിന് സർഫസ് ഇല്ല. ഒരു ഗ്യാസസിന്റെ ഒരു ഒത്തുചേരലാണ് അത്. നമ്മൾ ഒരു ജൂപ്പിറ്ററിലേക്കോ അതുപോലെ സാറ്റേണിലേക്കോ നമുക്കൊന്ന് ലാൻഡ് ചെയ്യണം, ഒരു സ്പേസ് ക്രാഫ്റ്റിൽ പോയി ലാൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കത്തില്ല. കാരണം ലാൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സർഫസ് വേണം, സോളിഡ് ആയിട്ടുള്ള ഒരു സർഫസ് വേണം. ജൂപ്പിറ്ററിനും സാറ്റേണും അങ്ങനെ ഒരു സോളിഡ് ആയിട്ടുള്ള സർഫസ് ഇല്ല, കാരണം അത് ഗ്യാസസ് ആണ് ബേസിക്കലി. ഓക്കെ, വേറാസ് അതിന്റെ മൂൺസ്, അതിന്റെ സാറ്റലൈറ്റ്സ് ചിലതെല്ലാം റോക്സ് ആണ്, റോക്കി ആയിട്ടുള്ള മൂൺസ് ഉണ്ട് അതിന്. അതുകൊണ്ട് നമുക്ക് മൂൺസിൽ വേണമെങ്കിൽ ലാൻഡ് ചെയ്യാവുന്നതാണ്, കാരണം റോക്കി ആയിട്ടുള്ള മൂൺസ് ജൂപ്പിറ്ററിനും സാറ്റേണിനും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇന്നർ പ്ലാനറ്റ്സിനെ കുറിച്ചൊന്ന് കാണാം. So the inner solar system is the traditional name for the region comprising the terrestrial planets and asteroids. അപ്പോൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും കമ്പൈൻ ചെയ്യുന്ന ആ റീജിയനെയാണ് നമ്മൾ ഇന്നർ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുക. ബേസിക്കലി they are made up of silicates and metals and the 4 inner planets have dense rocky compositions, few or no moons and no ring system. അപ്പോൾ ഇന്നർ പ്ലാനറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഡെൻസ് ആണ്, റോക്കി ആണ്, അതുപോലെ ചില പ്ലാനറ്റ്സിന് മൂൺസ് ഉണ്ട്. ഇപ്പോൾ എർത്തിന് മൂണുണ്ട്, മാഴ്സിന് മൂണുണ്ട്,
ചില പ്ലാനറ്റ്സിന് മൂണില്ല, അതായത് മെർക്കുറിക്ക് ഒന്നും മൂണില്ല. ഓക്കെ, മൂണുള്ളതും മൂണില്ലാത്തതുമായ പ്ലാനറ്റ്സ് ഉണ്ട്. അതുപോലെ ഈ 4 പ്ലാനറ്റ്സിനും റിങ്സ് ഇല്ല. നമ്മളെ സാറ്റേണിന് റിംഗ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ സാറ്റേണിനൊക്കെ റിംഗ് ഉള്ളതുപോലെ ഇന്നർ പ്ലാനറ്റ്സിന് മാഴ്സ് വരെയുള്ള മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാഴ്സ് ഈ 4 പ്ലാനറ്റ്സിനും റിംഗ് സിസ്റ്റം ഇല്ല. Okay, and 3 of the 4 inner planets, that is Venus, Earth and Mars, have atmospheres substantial enough to generate weather. All have impact craters and tectonic surface features such as rift valleys and volcanoes. അപ്പോൾ വീനസിനും എർത്തിനും മാഴ്സിനും അത്യാവശ്യം അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത്യാവശ്യം ഒരു വെതർ ഫിനോമിനൻ ഒക്കെ ഫോം ചെയ്യാൻ പറ്റുന്ന, എർത്തിലെ പോലെ വെതർ ഫിനോമിനൻസ് ഫോം ചെയ്യാൻ സാധിക്കുന്ന അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ട്. പക്ഷെ വീനസിലും മാഴ്സിലും ഒക്കെ എർത്തിലുള്ളത് പോലത്തെ വെതർ ഫിനോമിനൻസ് അല്ല ഉണ്ടാകുന്നത് എന്നും അറിഞ്ഞിരിക്കണം. കാരണം ബേസിക്കലി വീനസിലൊക്കെ വീനസിന്റെ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിലെ പോലെയല്ല. വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ സൾഫ്യൂരിക് ആസിഡ് വരെയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ മഴയൊക്കെ ആയിരിക്കും അവിടെ പെയ്യുന്നത്. എർത്തിലെ പോലെ വെള്ളമല്ല അവിടെ മഴയായിട്ട് പെയ്യുന്നത്, ചിലപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും പെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വ്യത്യസ്തമായ വെതർ സിസ്റ്റംസ് ആണ് വീനസിലൊക്കെ ഉള്ളത്. പക്ഷേ എർത്തിന്റെ സർഫസിൽ കാണുന്ന പോലെ നമുക്ക് ഇമ്പാക്ട് ക്രേറ്റേഴ്സ്, അതായത് മീറ്ററോയിഡ്സ് വന്ന് വീണ് ഫോം ചെയ്യുന്ന ക്രേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ടെക്ടോണിക് സർഫസ് ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് വോൾക്കാനിക് ഇറപ്ഷൻസ് നടന്നിട്ടുള്ള ടെക്ടോണിക് സർഫസ് ഫീച്ചേഴ്സ് ഉണ്ട്, റിഫ്റ്റ് വാലീസ് ഉണ്ട്. അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ സാധിക്കും. പക്ഷെ മെർക്കുറിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ല. വീനസിനും എർത്തിനും മാഴ്സിനുമാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്. മെർക്കുറിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിന്റെ ബേസിക് റീസൺ, മെർക്കുറി സൂര്യനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡ് അല്ലെങ്കിൽ സോളാർ വിൻഡുകൾ മെർക്കുറിയുടെ അറ്റ്മോസ്ഫിയറിനെ, ഗ്യാസസ് ഫില്ല് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിനെ ബ്ലോ ചെയ്ത് കളയുന്നു. ഓക്കെ, ബ്ലോ ഓഫ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന മെർക്കുറിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്. സൂര്യനോട് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്, സോളാർ വിൻഡിന്റെ എഫക്ട് മൂലം, ആ ഇൻഫ്ലുവൻസ് മൂലമാണ് മെർക്കുറിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത്. ഓക്കെ, and the term inner planet should not be confused with inferior planet, which designates those planets that are closer to the sun than Earth, that is Mercury and Venus. മെർക്കുറിനെയും വീനസിനെയും നമ്മൾ ഇൻഫീരിയർ പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇന്നർ പ്ലാനറ്റ് അല്ല, ഇൻഫീരിയർ പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം അത് സൂര്യനോടാണ് കൂടുതൽ അടുത്ത് കിടക്കുന്നത്. ഭൂമിയെക്കാളും സൂര്യനോട് കൂടുതൽ ക്ലോസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ ഇൻഫീരിയർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ടേം സുപ്പീരിയർ പ്ലാനറ്റ്സ് ഡെസിഗ്നേറ്റ്സ് പ്ലാനറ്റ്സ് outside Earth's orbits and thus includes both the outer planets and Mars. അപ്പോൾ സുപ്പീരിയർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത് ബേസിക്കലി മാർസ് മുതൽ അങ്ങ് നെപ്റ്റ്യൂൺ, യുറാനസ്, അല്ലെങ്കിൽ മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, നെപ്റ്റ്യൂൺ, യുറാനസ്, ആ പ്ലാനറ്റ്സിനെയാണ് നമ്മൾ സുപ്പീരിയർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുക. എന്നാൽ മെർക്കുറിയെയും വീനസിനെയും നമ്മൾ ഇൻഫീരിയർ പ്ലാനറ്റ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പ്ലാനറ്റ്സിനെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So the first one is Mercury as well as Venus. അപ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് മെർക്കുറിയാണ്. അതുപോലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളതും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് വീനസ് ആണ്. അപ്പൊ മെർക്കുറി എന്തുകൊണ്ടാണ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്? നമുക്കറിയാം, നമ്മൾ ഈവനിങ് സ്റ്റാർ എന്നും ഒക്കെ, അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്നും മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ വീനസിനെ വിളിക്കാറുണ്ട്. കാരണം നമ്മുടെ സ്കൈയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് കാണുന്ന ഒരു നക്ഷത്രം പോലെ നമ്മൾ കാണുന്നത്, ആക്ച്വലി നക്ഷത്രമല്ല, നമ്മൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് കാണുന്ന വസ്തു വീനസ് ആണ്. എന്തുകൊണ്ടാണ് വീനസ് അത്രയും ബ്രൈറ്റ് ആയിട്ട് കാണുന്നത്? അത് ബേസിക്കലി വീനസിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതയാണ്. വീനസിൽ നല്ല തിക്കായിട്ടുള്ള ക്ലൗഡ്സ് ഉണ്ട്. അതുകൊണ്ട് ആ തിക്കായിട്ടുള്ള ക്ലൗഡ്സ് ഉള്ളത് മൂലം ആ ക്ലൗഡ്സിൽ ഈ പറയുന്ന റിഫ്ലക്ഷൻ നടക്കുന്നത്, സൂര്യന്റെ സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്കത് വളരെ ബ്രൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. തിക്ക് ക്ലൗഡ്സ് ഉള്ളത് കാരണമാണ് വീനസ് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. വേറെ ഹോട്ടസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നതും അതും വീനസിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതയാണ്. വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന പോലെ സൾഫ്യൂരിക് ആസിഡിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ആ കമ്പോണൻസ് ആണ് വീനസിനെ ഹോട്ടാക്കി മാറ്റുന്നത്. ഓക്കെ, ഭൂമിയെക്കാളും ഒരു 100 ടൈംസ് ഹോട്ടറാണ്, ഭൂമിയുടെ സർഫസിനേക്കാളും 100 ടൈംസ് ഹോട്ടറാണ്, അല്ല 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോട്ടാണ് ഈ വീനസിന്റെ സർഫസ്. ഓക്കെ, and Venus is sometimes called Earth's sister planet or Earth's twin because of their similar size, mass and proximity to the sun, bulk composition and presence of similar physical features such as high plateaus, folded mountain belts, numerous volcanoes, etc. Okay, നമ്മൾ സാധാരണ കൂടുതലായിട്ട് ജീവന് വേണ്ടി നാസയും മറ്റ് ഏജൻസീസും എല്ലാം ജീവന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് മാഴ്സിലാണ്. പക്ഷെ എർത്തിന്റെ ട്വിൻ സിസ്റ്റർ അല്ലെങ്കിൽ എർത്തിന്റെ സിസ്റ്റർ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് വീനസ് ആണ്. അതിന്റെ ബേസിക് റീസൺ, വീനസിനും എർത്തിനും ഏകദേശം സെയിം സൈസും മാസുമാണ്. അത്യാവശ്യം സണ്ണിനോട് അത്യാവശ്യം ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ ഏകദേശം അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, വീനസിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും എർത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഹൈ പ്ലേറ്റോസ്, ഫോൾഡഡ് മൗണ്ടൻ സിസ്റ്റംസ്, വോൾക്കാനോസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് വീനസിലും കാണാൻ സാധിക്കും. പക്ഷെ വീനസിൽ ലൈഫിന് സാധ്യതയില്ല. ബേസിക്കലി അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീനസിന്റെ അറ്റ്മോസ്ഫിയർ വളരെ ഹോട്ടാണ്. ഒരു 390 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും ടെമ്പറേച്ചർ ഉണ്ട് വീനസിന്റെ സർഫസിൽ. അപ്പൊ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, and Venus rotates in the opposite direction to most other planets. Okay, basically എല്ലാ പ്ലാനറ്റ്സിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ വീനസും അതുപോലെ യുറാനസും, മറ്റൊരു പ്ലാനറ്റായ യുറാനസും വീനസും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ബാക്കി എല്ലാ പ്ലാനറ്റ്സുകളും തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏൻഷ്യൻ ലിറ്ററേച്ചറിൽ നേരത്തെ പറഞ്ഞതുപോലെ വീനസിനെ മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും വിളിക്കാറുണ്ട്. കാരണം അത് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നതുകൊണ്ടാണ്. സോ അടുത്തതാണ് മാർസ്. സോ മാർസ് ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് ദ റെഡ് പ്ലാനറ്റ് ബിക്കോസ് ഓഫ് ദ റെഡിഷ് അയൺ ഓക്സൈഡ് പ്രിവാലന്റ് ഓൺ ഇറ്റ് സർഫസ്. അപ്പൊ നമ്മൾ റെഡ് കളറിലാണ് മാർസിനെ നമ്മൾ കാണുമ്പോൾ മാർസിന്റെ ഒരു റെഡ് കളറാണ്. അതിന്റെ ബേസിക് റീസൺ മാർസിന്റെ സർഫസിൽ റെഡിഷ് അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഭൂമിയിൽ റെഡ് സോയിൽ എന്ന് വിളിക്കാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് പഠിക്കുമ്പോൾ റെഡ് സോയിൽ എന്ന് പറയുന്ന ഒരു സോയിൽ നമ്മൾ പഠിക്കാറുണ്ട്. റെഡ് സോയിലിന്റെ കളറിന്റെ ബേസിക് റീസൺ ആ റെഡ് സോയിൽ അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ മാർസിന്റെ സർഫസിലും റെഡിഷ് അയൺ ഓക്സൈഡ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർസിന് ഒരു റെഡ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മാർസിന്റെ കുറച്ച് പ്രത്യേകതകളാണ്. മാർസ് is the site of Olympus Mons. It's a shield volcano and is the largest volcano and highest known mountain in the solar system. ഓക്കെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ലാർജസ്റ്റ് വോൾക്കാനോയും അതുപോലെ ഹയസ്റ്റ് നോൺ മൗണ്ടൈനുമാണ് ഈ ഒളിമ്പസ് മോൺസ്. 24 കിലോമീറ്റർ ഉണ്ട് അതിന്റെ ഹൈറ്റ്. സോളാർ സിസ്റ്റത്തിലെ ഹയസ്റ്റ് മൗണ്ടൈൻ ആണ്, ലാർജസ്റ്റ് വോൾക്കാനോയുമാണ് ഈ ഒളിമ്പസ് മോൺസ്. അത് മാർസിലാണ് സ്ഥിതി ചെയ്യുന്നത്. And the Valles Marineris is one of the largest canyons in the solar system and it is located in Mars. മാർസിന് രണ്ട് irregularly shaped ആയിട്ടുള്ള മൂൺസ് ഉണ്ട്, ഫോബോസ് ആൻഡ് ഡീമോസ്. അതുപോലെ ലാൻഡ് ഫോംസ് വിസിബിൾ ഓൺ മാർസ് സ്ട്രോങ്ലി സജസ്റ്റ് ദാറ്റ് ലിക്വിഡ് വാട്ടർ ഹാസ് എക്സിസ്റ്റഡ് ഓൺ പ്ലാനറ്റ് സർഫസ്. സ്പേസ് ഏജൻസീസ് എല്ലാം തന്നെ മാർസിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ ലിക്വിഡ് വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്സ്പ്ലോറേഷൻ നടത്തുന്നത്. കാരണം മാർസിന്റെ സർഫസ് ഒബ്സർവ് ചെയ്യുമ്പോൾ ലിക്വിഡ് വാട്ടർ, നമ്മുടെ ഒരു ലിക്വിഡ് വാട്ടർ ഒഴുകിയ പോലത്തെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും മാർസിന്റെ സർഫസിൽ. അതുകൊണ്ടാണ് ലിക്വിഡ് വാട്ടറിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് മൈക്രോസ്കോപ്പിക് ലെവലിലോ അല്ലെങ്കിൽ മാർസിന്റെ സർഫസിന്റെ മാർസിന്റെ ഗ്രൗണ്ട് മാർസിന്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ലിക്വിഡ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ഫോമിലെങ്കിലും വാട്ടർ കാണാൻ സാധിക്കുമോ എന്നാണ് നമ്മുടെ ഈ പറയുന്ന പോലെ പല സ്പേസ് ഏജൻസീസും എക്സ്പ്ലോർ ചെയ്തത്. ഓക്കെ, അതുപോലെ ദ അറ്റ്മോസ്ഫിയർ ഓഫ് മാർസ് കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 96% of carbon dioxide and 1.93% of argon and 1.89% of nitrogen along with traces of oxygen and water. And methane has been detected in Martian atmosphere. ഓക്കെ, മീഥെയിൻ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ലൈഫിന്റെ എക്സിസ്റ്റൻസിനുള്ള ഒരു തെളിവായിട്ട് സാധാരണ പറയാറുണ്ട്. കാരണം മീഥെയിൻ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ലിവിങ് ഓർഗാനിസംസ് ആണ് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ടീരിയാസ്, ഫൈറ്റോപ്ലാങ്ക്ടൺസ് അതുപോലുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാർഷ്യൻ അറ്റ്മോസ്ഫിയറിൽ മീഥെയിൻ ഡിറ്റക്ട് ചെയ്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ബാക്ടീരിയ ഫോമിലുള്ള എന്തെങ്കിലും ഒരു ലൈഫ് ഫോം അവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. Consider the following statements regarding InSight's mission. So, InSight is the first mission dedicated to looking deep beneath the Martian surface. It is a NASA mission. Choose the correct statements. Okay, so InSight's mission endana. InSight is the first mission dedicated to looking deep beneath the Martian surface and it is a NASA mission. Okay, so the answer is B, 1 and 2. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഇൻസൈറ്റ് നാസയുടെ ഒരു മിഷനാണ്. അത് മാർസിലേക്ക് അയച്ച ഒരു മിഷനാണ്. മാർസിലേക്ക് അയച്ചതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് മാർസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീസ്മിക് വേവ്സ്. ഓക്കെ, നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് വിളിക്കും. എർത്ത് ക്വേക്ക്, മാർസിലുണ്ടാകുന്ന സീസ്മിക് വേവ്സിനെ നമുക്ക് എർത്ത് ക്വേക്ക് എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവരെ മാർസ് ക്വേക്സ് എന്നാണ് സാധാരണ വിളിക്കാറ്. മാർസിലുണ്ടാകുന്ന സീസ്മിക് വേവ്സ് ആണ് മാർസ് ക്വേക്സ്. അപ്പോൾ മാർസിലുണ്ടാകുന്ന സീസ്മിക് വേവ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് മാർസിന്റെ
ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനാണ് ഇൻസൈറ്റ്സ് മിഷൻ നാസ അയച്ചത്. ഓക്കെ, സീസ്മിക് വേവ്, മാഴ്സിൽ ഉണ്ടാകുന്ന സീസ്മിക് വേവ്സിനെ കുറിച്ച് പഠിച്ച് മാഴ്സിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനാണ് ഇൻസൈറ്റ് മിഷൻ മെയിൻ ആയിട്ട് എയിം ചെയ്തത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് കണ്ടു. ഇനി നമുക്ക് ഔട്ടർ പ്ലാനറ്റ്സ് ഒന്ന് നോക്കാം. സോ ഔട്ടർ പ്ലാനറ്റ്സ് ആർ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് ദ ഡ്വാർഫ് പ്ലാനറ്റ് വിച്ച് ഇസ് പ്ലൂട്ടോ. ഓക്കെ, നേരത്തെ പ്ലാനറ്റ് ആയിരുന്നു, ഇപ്പൊ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. So the four outer planets called as the gas giants collectively make up 99% of the mass known to orbit the sun. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സോളാർ സിസ്റ്റം ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടോട്ടൽ മാസിന്റെ 99% സൺ ആണ് മാസ് ചെയ്തത്. ബാക്കി വരുന്ന 1% ആണ് എല്ലാ പ്ലാനറ്റ്സും മൂൺസും ആസ്ട്രോയിഡ്സും എല്ലാം. ബാക്കിയുള്ള 1% ഉള്ളൂ. ആ 1%ന്റെ 99% ഈ പറയുന്ന ഗ്യാസ് ജയൻസ് ആണ്. അതായത് ഈ പറയുന്ന ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ, ഈ 4 പ്ലാനറ്റ്സും കൂടെയാണ്. ബാക്കിയുള്ള 1%ന്റെ 99% ബാക്കിയുള്ള ഈ 4 പ്ലാനറ്റ്സ് ആണ് മേക്കപ്പ് ചെയ്യുന്നത്. ആ പിന്നെയും ബാക്കി വരുന്ന 1% ഈ പറയുന്ന പോലെ മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ് പോലുള്ള പ്ലാനറ്റ്സും അതിന്റെ മൂൺസും എല്ലാം മേക്ക് ചെയ്യുന്നത്. ബാക്കി 1%. 1%ന്റെ 1%ആണ് ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നമ്മുടെ ഭൂമിയൊക്കെ വലിയ വലുതായിട്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. പക്ഷെ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വളരെ ചെറുതാണ്. ഓക്കെ, and they are composed mainly of hydrogen and helium and lack solid surface. Their moons are however solid. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്യാസ് ജയൻസ് ആണ്, അതുകൊണ്ട് മെയിൻലി അത് ഗ്യാസസ് ആണ്. അതുകൊണ്ട് ഹൈഡ്രജനും ഹീലിയം ആണ് അതിന്റെ മെയിൻ കമ്പോണൻസ്. അതിന് സോളിഡ് സർഫസ് ഇല്ല. പക്ഷെ ചില മൂൺസിന് സോളിഡ് സർഫസസ് ഉണ്ട്, സോളിഡ് ആയിട്ടുള്ള മൂൺസ് ഉണ്ട് അതിന്. And the two outermost planets called as Uranus and Neptune are composed of substances called ices such as water, ammonia and methane and are often referred to separately as ഐസ് ജയൻസ്. അപ്പൊ യുറാനസിനെയും നെപ്റ്റ്യൂൺസിനെയും ഐസ് ജയൻസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ആ പ്ലാനറ്റ്സില് ഐസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഐസ് ഉണ്ട്. ബേസിക്കലി എർത്തിൽ കാണുന്ന പോലത്തെ ഐസ് അല്ല. എർത്തിൽ ഐസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് ഐസ് ആയിട്ട് മാറുന്നത്. പക്ഷെ യുറാനസിലും നെപ്റ്റ്യൂണിലൊക്കെ അമോണിയയും മീഥേനും വെള്ളവും കൂടെ ചേർന്നിട്ടുള്ള ഐസാണ്. ഓക്കെ, പ്യൂർ വാട്ടർ അല്ല, അമോണിയയും മീഥേനും വെള്ളമൊക്കെ ചേർന്നിട്ടുള്ള ഐസാണ് ഈ പറയുന്ന യുറാനസിലും നെപ്റ്റ്യൂണിലൊക്കെ കാണുന്നത്. അതുപോലെ എല്ലാ ഗ്യാസ് ജയൻസിനും റിങ്സ് ഉണ്ട്. നമ്മൾ പോപ്പുലർലി സാറ്റേണിന് മാത്രമേ നമ്മൾ റിങ്സ്, നമ്മൾ സാധാരണ പഠിക്കുന്നത് അങ്ങനെയാണ്. സാറ്റേണിന് റിംഗ് ഉണ്ട്, സാറ്റേണിന് റിംഗ് ഉണ്ടെന്നാണ് പഠിക്കുന്നത്. സാറ്റേണിന് റിംഗ് ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ ഗ്യാസ് ജയൻസിനും, ജൂപ്പിറ്ററിനും സാറ്റേണിനും യുറാനസിനും നെപ്റ്റ്യൂണിനും റിംഗ് ഉണ്ട്. ബാക്കിയുള്ള പ്ലാനറ്റ്സിന്റെ റിങ്സ്, ബാക്കിയുള്ള 3 പ്ലാനറ്റ്സിന്റെ റിങ്സ് നമുക്ക് അത്ര വിസിബിൾ അല്ല, നേക്കഡ് ഐസിൽ വിസിബിൾ അല്ല. സാറ്റേണിനെ പോലെ അത്ര ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു റിംഗ് സിസ്റ്റം ബാക്കിയുള്ള 3 പ്ലാനറ്റ്സിനും ഇല്ല. പക്ഷെ എന്നാലും ബാക്കിയുള്ള 3 പ്ലാനറ്റ്സിനും റിംഗ് സിസ്റ്റം ഉണ്ട്. And the gas giants have a magnetosphere, numerous moons and significant atmospheric activity. When moons ഉണ്ട്, atmospheric activity ഉണ്ട്, magnetosphere ഉണ്ട്, കാരണം അതിന് magnetic field ഉണ്ട്. Okay, and Neptune has the strongest wind speed followed by Saturn. സോളാർ സിസ്റ്റത്തിലെ സ്ട്രോങ്ങസ്റ്റ് വിൻഡ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് നെപ്റ്റ്യൂണിലാണ്. ഓക്കെ, 2100 km/h ആണ് നെപ്റ്റ്യൂണിലെ സ്ട്രോങ്ങസ്റ്റ് വിൻഡിന്റെ ഒരു ആവറേജ് സ്പീഡ്. അതുപോലെ സാറ്റേണിലുള്ള വിൻഡിന്റെ സ്പീഡ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് 1800 km/h ആണ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു അനദർ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? 3 സ്പേസ് പ്രോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, മെഗല്ലൻ, കസീനി ആൻഡ് ഹോപ്പ്. അത് ഏത് പ്ലാനറ്റ്സിലേക്ക് അയച്ച മിഷൻ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ്? മെഗല്ലൻ വീനസ് ആണോ, കസീനി ജൂപ്പിറ്റർ ആണോ, ഹോപ്പ് സാറ്റേൺ ആണോ? ചൂസ് ദ കറക്റ്റ് കോഡ്. 1 only, 2 and 3, 1 and 3, 1, 2 and 3. Okay, so the answer is A, 1 only. മെഗല്ലൻ പ്രോബ് വീനസിലേക്ക് അയച്ച മിഷനാണ്. കസീനിയും ഹോപ്പും തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കസീനി മിഷൻ സാറ്റേണിലേക്ക് അയച്ച നാസയുടെ പ്രോബാണ് കസീനി മിഷൻ. കസീനി മിഷൻ അതുപോലെ മെഗല്ലനും നാസയുടെ മിഷൻസ് ആണ്. അതിൽ മെഗല്ലൻ വീനസിലേക്ക് അയച്ചത്, അതുപോലെ കസീനി സാറ്റേണിലേക്ക് അയച്ചത്. അതുപോലെ ഹോപ്പ് മിഷൻ അത് മാഴ്സിലേക്ക് അയച്ച മിഷനാണ്. അത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, ആദ്യമായിട്ട് ഒരു അറബ് രാജ്യം മാഴ്സിലേക്ക് അയച്ച ഒരു സ്പേസ് പ്രോബാണ് ഹോപ്പ് മിഷൻ. ഓക്കെ, so next planet is Jupiter. So it is composed mostly of gas and liquid swirling in complex pattern with no solid surface.
And Jupiter has 4 large moons. അതിന്റെ പേരാണ് അയോ, യൂറോപ്പ, ഗാനിമീഡ് ആൻഡ് കാലിസ്റ്റോ. ജൂപ്പിറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള 4 large moons ആണ് അയോ, യൂറോപ്പ, ഗാനിമീഡ് ആൻഡ് കാലിസ്റ്റോ. And they are called as Galilean satellites because ഈ 4 മൂൺസിനെ, ജൂപ്പിറ്ററിന്റെ ഈ 4 മൂണിനെയും ഡിസ്കവർ ചെയ്തത് ഗലീലിയോ ആണ്. അതുകൊണ്ടാണ് അതിനെ ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഗാനിമീഡ് is the largest natural satellite in the solar system. ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആയ ഗാനിമേഡ് ആണ് സോളാർ സിസ്റ്റത്തിലെ തന്നെ ലാർജസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ്. അതിന് മെർക്കുറിയേക്കാളും സൈസ് ഉണ്ട്. ഓക്കെ, മെർക്കുറിയേക്കാളും വലുതാണ് ആ മൂണ്. ആൻഡ് ഇറ്റ്സ് 3 times larger than എർത്ത് മൂൺ. ഓക്കെ, എർത്തിന്റെ മൂണിനേക്കാളും 3 times സൈസ് കൂടുതലാണ് ഗാനിമീഡിന്. അതുപോലെ ബിക്കോസ് ഓഫ് ഇറ്റ്സ് റാപ്പിഡ് റൊട്ടേഷൻ once every 10 hours, the planet's shape is that of an oblate spheroid. ഓക്കെ, അതായത് നമ്മുടെ ജൂപ്പിറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ സ്പീഡിലാണ്. നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു തവണ എർത്ത് സ്വയം റൊട്ടേറ്റ് ചെയ്യാൻ 24 മണിക്കൂറാണ് എടുക്കുന്നത്. പക്ഷേ ജൂപ്പിറ്റർ അങ്ങനെയല്ല. ജൂപ്പിറ്റർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 10 മണിക്കൂർ മതി. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ജൂപ്പിറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ജൂപ്പിറ്ററിന്റെ ഷേപ്പ് എക്സാക്ട്ലി സ്ഫിയർ അല്ല, ഒരു ഒബ്ലേറ്റ് സ്ഫിയർ ആണ്. അതായത് ഇക്വേറ്റർ ഭാഗത്ത്, ജൂപ്പിറ്ററിന്റെ ഇക്വേറ്റർ ഭാഗത്ത് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ബൾജ് ഉണ്ട്. നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് മൂലം ജൂപ്പിറ്റർ ബേസിക്കലി ഗ്യാസ് ആയതുകൊണ്ട്, ഗ്യാസ് ജയന്റ് ആണ്, സോളിഡ് സർഫസ് ഇല്ല, ഗ്യാസ് കൊണ്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗ്യാസ് ആയതുകൊണ്ടും നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടും അതിന്റെ ഇക്വേറ്റർ ഭാഗത്ത് ഒരു ചെറിയ ബൾജ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഒബ്ലേറ്റ് സ്ഫിയറോയിഡ് ആണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ടർ അറ്റ്മോസ്ഫിയർ ഈസ് വിസിബിളി സെഗ്രഗേറ്റഡ് ഇൻ ടു സെവറൽ ബാൻഡ്സ് റിസൾട്ടിങ് ഇൻ ടർബുലൻസ് ആൻഡ് സ്റ്റോംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ജൂപ്പിറ്ററിന്റെ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പല പല ബാൻഡുകൾ, പല കളേഴ്സിലും, റെഡ് കളേഴ്സിലും മറ്റും പല ബാൻഡ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ ബേസിക്കലി ആ ബാൻഡ്സ് എന്ന് പറയുന്നത് ജൂപ്പിറ്ററിൽ ഉണ്ടാകുന്ന ചില സ്റ്റോംസ് ആണ്, വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസ് ആണ്, എപ്പോഴും കാണപ്പെടുന്ന സ്റ്റോംസ് ആണത്. ജൂപ്പിറ്ററിൽ എപ്പോഴും സ്റ്റോംസ് ഉണ്ട്. നമ്മൾ ആ കാണുന്ന ബാൻഡുകളെല്ലാം തന്നെ ആ വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസ് ആണ്. Okay, and the latest probe to visit Jupiter is NASA's Juno mission. Okay, so next one is Saturn. So Saturn's rings are probably made up of billions of particles of ice and ice-covered rocks. സാറ്റേണിന്റെ റോക്ക് റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഐസ് കവർ ചെയ്തിരിക്കുന്ന റോക്സുമാണ് റിംഗ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ടൈറ്റൻ is the second largest moon in the solar system. And it is the only satellite in the solar system with a substantial atmosphere. അപ്പോൾ ഗാനിമേഡ് കഴിഞ്ഞാൽ, ജൂപ്പിറ്ററിന്റെ ഗാനിമേഡ് കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൂൺ എന്ന് പറയുന്നത് സാറ്റേണിന്റെ മൂണായ ടൈറ്റൻ ആണ്. ഓക്കെ, ടൈറ്റൻ ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം. അതും മെർക്കുറിയേക്കാളും സൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു മൂണാണ് ഈ ടൈറ്റൻ. അതുകൊണ്ട് ടൈറ്റനിലും ജീവന്റെ സാന്നിധ്യത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് പല ഏജൻസീസും. ഓക്കെ, next one is Uranus. Okay, so in contrast to all other planets, it is tipped and spin on its sides. That is, its axis of rotation lies in nearly the plane of its orbits. യുറാനസും ബാക്കിയുള്ള പ്ലാനറ്റ്സും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, യുറാനസിന്റെ ഇക്വേറ്റർ ഇരിക്കുന്ന ഇപ്പൊ എർത്തുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എർത്തിന്റെ ഇക്വേറ്റർ ഇരിക്കുന്ന ഭാഗത്താണ് യുറാനസിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇരിക്കുന്നത്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുക. എർത്തിന്റെ ഇക്വേറ്റർ ഇരിക്കുന്ന ഭാഗത്താണ് യുറാനസിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇരിക്കുന്നത്. എർത്തിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇരിക്കുന്ന ഭാഗത്താണ് യുറാനസിന്റെ ഇക്വേറ്റർ ഇരിക്കുന്നത്. അതുകൊണ്ട് എർത്ത് കറങ്ങുന്നത് ഇങ്ങനെയാണെങ്കിൽ യുറാനസ് കറങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എർത്ത് ഇങ്ങനെ കറങ്ങിയാൽ യുറാനസ് ഇങ്ങനെ കറങ്ങും. അപ്പോൾ യുറാനസിന്റെ കറക്കത്തിന്റെ വ്യത്യാസമാണത്. ആൻഡ് വീനസ് ആൻഡ് യുറാനസ് ഹാവ് എ സ്ട്രേഞ്ച് റെട്രോഗ്രേഡ് റൊട്ടേഷൻ. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് യുറാനസും വീനസും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഓഫ് സൺസ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീനസും യുറാനസും റൊട്ടേറ്റ് ചെയ്യുന്നത്. സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സണ്ണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള പ്ലാനറ്റ്സും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ വീനസും യുറാനസും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. വീനസ്, യുറാനസ് ഒരേ ടൈപ്പ് ഓഫ്, ഒരേ ഒരു യുറാനസ് വീനസ് ഒരേ ടൈപ്പ് ഓഫ് വേർഡിലാണ് അത് എൻഡ് ചെയ്യുക. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. യുറാനസും വീനസുമാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നെപ്റ്റ്യൂൺ. അപ്പൊ യുറാനസിനും നെപ്റ്റ്യൂണിയാണ് നമ്മൾ ഐസ് ജയൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
and are called as the twins of the outer solar system. Okay, outer solar system അവസാനത്തെ planets ആണ് നെപ്റ്റ്യൂണും യുറാനസും. And they are surrounded by thick atmosphere of hydrogen and helium and contains a high proportion of ices such as water, ammonia and methane ice. വാട്ടറും അമോണിയയും മീഥൈനും എല്ലാം ചേർന്നിട്ടുള്ള ഐസാണ് നെപ്റ്റ്യൂണിലൊക്കെ കാണപ്പെടുന്നത്. ആൻഡ് നെപ്റ്റ്യൂണിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാസ് ദ സ്ട്രോങ്ങസ്റ്റ് സസ്റ്റെയിൻഡ് വിൻഡ്സ് ഓഫ് എനി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. 2100 km/h വീശിയടിക്കുന്ന സ്ട്രോങ് വിൻഡ്സ് നെപ്റ്റ്യൂണിലുണ്ട്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വിൻഡ് നമ്മൾ ഇവിടെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനറ്റ്സിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു. ഇനി സോളാർ സിസ്റ്റത്തിൽ കാണുന്ന മറ്റ് ചില ബോഡീസിനെ, ചില ആസ്ട്രോണമിക്കൽ ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആണ് ആസ്ട്രോയിഡ്. ആസ്ട്രോയിഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്ലാനറ്ററി ഫോർമേഷന്റെ സമയത്ത് സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് പ്ലാനറ്റ് ആയിട്ട് ഫോം ചെയ്യാതെ പോയ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, കുറെ റെമനൻസ് ഉണ്ട്. പ്ലാനറ്റ്സ് ആയിട്ട് ഫോം ചെയ്യാതെ ക്ലംപ് ചെയ്ത് പ്ലാനറ്റ്സ് ഫോം ചെയ്യാതെ പോയ ആ പാർട്ടിക്കിൾസ് ആണ് ആസ്ട്രോയിഡ്സ് എന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്നത്. ആ ആസ്ട്രോയിഡ്സ് മാഴ്സിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലാണ് ആസ്ട്രോയിഡ്സ്, ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന ഒരു റീജിയൻ ആയിട്ട് ഇങ്ങനെ മാഴ്സിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിൽ സൂര്യൻ ചുറ്റും വലം വയ്ക്കുന്നത്. ഓക്കെ, ദ സർക്കുലർ ചെയിൻ ഓഫ് ആസ്ട്രോയിഡ്സ് ഈസ് കോൾഡ് ആസ് asteroid belts, and the remnants of planetary formation failed to coalesce because of the gravitational interference of Jupiter. ഞാൻ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി ഇല്ല. സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. അപ്പൊ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി വളരെ ഹ്യൂജ് ആണ്. അപ്പൊ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി വന്നത് മൂലമാണ് ജൂപ്പിറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഈ മെറ്റീരിയൽസിന്, ഈ റെമനൻസിന് കോയലൈസ് ചെയ്ത് മറ്റൊരു പ്ലാനറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ സാധിക്കാതെ പോയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജൂപ്പിറ്റർ ഉള്ളത് കൊണ്ടാണ് അതിനൊരു പ്ലാനറ്റ് ഫോം ചെയ്യാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ഇന്നത് ഈ പറയുന്ന പോലെ ആസ്ട്രോയിഡ്സ് ആയിട്ട്, ഒരു റെമനൻസ് ആയിട്ട് അവിടെ കിടക്കുന്നു. ഓക്കെ, ദ ലാർജസ്റ്റ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് സെറീസ് ആണ്. സെറീസ് ഇസ് ദ ലാർജസ്റ്റ് ആസ്ട്രോയിഡ് ഇൻ ദ സോളാർ സിസ്റ്റം. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഒസീരീസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, it is NASA's first asteroid sample return mission. It was a mission to asteroid Ceres. Choose the correct statements. 1 only, 2 only, 1 and 2, neither 1 nor 2. Osiris Rex spacecraft. Recently current affairs le mention ചെയ്തിരുന്നതാണ് 1-2 വർഷം ആയിട്ട്. Okay, it is NASA's first asteroid sample return mission. It was a mission to asteroid Ceres. Okay, so the answer is A, 1 only. നാസയുടെ ഫസ്റ്റ് ആസ്ട്രോയിഡ് സാമ്പിൾ റിട്ടേൺ മിഷൻ ആണത്. അതായത് ബേസിക്കലി ഒസീരീസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ് സെറീസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡിലേക്ക് അല്ല അയച്ചിരിക്കുന്നത്, ബെന്നു എന്ന് പറയുന്ന മറ്റൊരു ആസ്ട്രോയിഡിലേക്ക് നാസ അയച്ച മിഷനാണ് ഒസീരീസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ്. ബെന്നു ആസ്ട്രോയിഡിലേക്കാണ് അയച്ചത്. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് ചെയ്യുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഇത് ബെന്നുവിൽ ചെന്നിട്ട്, ബെന്നു എന്ന ആസ്ട്രോയിഡിൽ ചെന്നിട്ട് ഈ ഒസീരീസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റിന് ഒരു കൈ പോലത്തെ, ഒരു ഹാൻഡ് പോലത്തെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ അത് ആ ബെന്നു എന്ന് പറയുന്ന ആ സ്പേസ് ക്രാഫ്റ്റിനെ ഒന്ന് എന്താ പറയുക, ആ സ്പേസ് ക്രാഫ്റ്റിൽ ആ കൈ ചെന്ന് മുട്ടി അതിൻ്റെ അകത്ത് ആ ആസ്ട്രോയിഡിന്റെ കുറച്ച് പാർട്ടിക്കിൾസ് ആ കയ്യിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ആ സാമ്പിൾ കിട്ടും. അങ്ങനെ ആ ആസ്ട്രോയിഡിന്റെ കുറച്ച് സാമ്പിൾ കിട്ടും. അപ്പൊ ആ കയ്യിൽ പറ്റി പിടിക്കുന്ന ആ സാമ്പിളും കൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന ഒരു മിഷനാണ് ഒസീരീസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, ആദ്യമായിട്ട് ബെന്നു വിസിറ്റ് ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ് ഒന്നും അല്ല ഈ ഒസീരീസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ്. ഇതിനു മുമ്പ് ജപ്പാന്റെ സ്പേസ് ഏജൻസി ഹയാബുസ എന്ന് പറയുന്ന മറ്റൊരു സ്പേസ് ക്രാഫ്റ്റ് ഈ പറയുന്ന പോലെ ബെന്നു ആസ്ട്രോയിഡിലേക്ക് അയച്ചിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് ബെന്നു വിസിറ്റ് ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ് ഇതല്ല. സോ നാസയുടെയും അതുപോലെ ജപ്പാന്റെ ഹയാബുസ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റും രണ്ടും ഇതുപോലെ ആസ്ട്രോയിഡ് സാമ്പിൾ റിട്ടേൺ മിഷൻ ആയിരുന്നു. ജപ്പാന്റെ ഹയാബുസയും അതുപോലെ നാസയുടെ ഒസീരീസ് റെക്സും ആസ്ട്രോയിഡിന്റെ സാമ്പിൾ കളക്ട് ചെയ്ത് അതും കൊണ്ട് തിരിച്ചു ഭൂമിയിലേക്ക് വരുന്ന മിഷൻ തന്നെയാണ്. ഓക്കെ, ഹയാബുസ തിരിച്ചു വന്നു, നാസയുടെ ഒസീരീസ് റെക്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ അടുത്ത ആസ്ട്രോണമിക്കൽ ബോഡിയാണ് കോമറ്റ്സ്. So comets are cosmic snowballs of frozen gases, rocks and dust that orbit the sun. ഓക്കെ, ഫ്രോസൺ, അത് ബേസിക്കലി ഫ്രോസൺ ഗ്യാസും റോക്കും ഡസ്റ്റും കൂടെ ചേർന്ന ഒരു പാർട്ടിക്കിൾ ആണ്. അത് സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്നു. When a comet's orbit brings it close to the sun, it heats up and spews dust and gases
into the giant glowing head larger than most planets. അപ്പോൾ നമ്മൾ സാധാരണ കോമറ്റ് കാണുമ്പോൾ ഒരു വളരെ കളർഫുൾ ആയിട്ട് ഒരു വാലൊക്കെയുള്ള ഒരു സംഭവം, ഒരു ലൈറ്റ് ഒക്കെ കാണുന്ന ഒരു വാല് പോലത്തെ ഒരു സംഭവമായിട്ട് കാണുന്നത് ബേസിക്കലി അത് സൂര്യനോട് വളരെ അടുത്ത് വരുമ്പോഴാണ് അങ്ങനെ ഒരു പ്രതിഭാസം വരുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മളൊരു ആസ്ട്രോയിഡ് പോലെ ഒരു ചെറിയ റോക്കാണത്. അതിൻ്റെ അത് കുറെ ഗ്യാസസ് ഒക്കെ ഉണ്ട്, ഫ്രോസൺ ആയിട്ടുള്ള കുറെ ഗ്യാസസ് ഒക്കെ ഉണ്ട്. അപ്പൊ സൂര്യനോട് വളരെ അടുത്ത് വരുമ്പോൾ അതൊന്ന് ഹീറ്റഡ് അപ്പ് ആവും. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ അതൊരു ഗ്ലോ ചെയ്യുന്നത്. സൂര്യനോട് അടുത്ത് വരുമ്പോൾ ഇത് ഹീറ്റ് ആകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കോമറ്റ് ഗ്ലോ ചെയ്യുന്നത്. And according to NASA, while there are millions of comets orbiting the sun, there are more than 3,650 known comets as of now. Millions of comets ഉണ്ട് സോളാർ സിസ്റ്റത്തിൽ. പക്ഷെ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 3650ഓളം കോമറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമറ്റ്സ് ഹാലീസ് കോമറ്റ് ആണ്. എർത്തിനെ 75 വർഷം കൂടുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഒരു കോമറ്റ് ആണ് ഹാലീസ് കോമറ്റ്. ഓക്കെ, so next one is meteoroid. Okay, so meteoroidum basically ഒരു ആസ്ട്രോയിഡ് തന്നെയാണ്. So while traveling through space, asteroids sometimes smash with each other and break up into minor remains. അപ്പൊ ആസ്ട്രോയിഡ് അത്യാവശ്യം സൈസ് ഉള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ തന്നെയുള്ള ആസ്ട്രോയിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ബ്രേക്ക് ചെയ്യുന്ന ആ പീസസിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അത് മാറുമ്പോൾ അതിനെയാണ് നമ്മൾ മീറ്റിയറോയിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ ചെറിയതായിട്ട് ബ്രേക്ക് ചെയ്യുന്ന പീസസും സണ്ണിനെ ഓർബിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസും എല്ലാ ഒബ്ജക്ട്സും സൂര്യനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദ സൺ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആസ്ട്രോയിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് അത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ആ പാർട്ടിക്കിൾസ് സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്നു. അങ്ങനെ കൂട്ടിയിടിച്ച് ബ്രേക്ക് ചെയ്ത ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മീറ്റിയറോയിഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ ബേസിക്കലി ചെറിയ ആസ്ട്രോയിഡ്സിനെയാണ് നമ്മൾ മീറ്റിയറോയിഡ്സ് എന്ന് വിളിക്കുക. ബേസിക്കലി രണ്ടും ഒരേ ടൈപ്പ് ഓഫ് സംഭവം തന്നെയാണ്. പക്ഷെ ചെറിയ സൈസ്, വളരെ സൈസ് കുറഞ്ഞ ആസ്ട്രോയിഡ്സിനെ നമ്മൾ മീറ്റിയറോയിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 2-3 വാക്കുകളുണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്നത്. മീറ്റിയറോയിഡ് എന്നും മീറ്റിയോർ എന്നും മീറ്റിയോറൈറ്റ് എന്നും പറഞ്ഞ 3 വാക്കുകളുണ്ട്. എന്താണ് ഇതിന്റെ മൂന്നിന്റെയും വ്യത്യാസം? ഓക്കെ, മീറ്റിയറോയിഡ്, മീറ്റിയോർ, അതുപോലെ മീറ്റിയോറൈറ്റ്, ഇതിന്റെ മൂന്നിന്റെയും വ്യത്യാസം എന്ത്? സോ മീറ്റിയറോയിഡ് എന്ന് പറഞ്ഞാൽ സ്പേസിൽ ആയിരിക്കുമ്പോൾ ആ വസ്തുവിനെ നമ്മൾ മീറ്റിയറോയിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ആസ്ട്രോയിഡ്സ് കൂട്ടിയിടിക്കുമ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് ഫോം ചെയ്യുന്ന ചെറിയ പീസസിനെയാണ് മീറ്റിയോറോയിഡ്സ് എന്ന് വിളിക്കുക. അത് സ്പേസിലായിരിക്കുമ്പോൾ തന്നെയാണ് അതിനെ മീറ്റിയറോയിഡ് എന്ന് വിളിക്കുന്നത്. ആ മീറ്റിയറോയിഡ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ മീറ്റിയോർ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് മീറ്റിയോർ ഷവർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മീറ്റിയോർ ഷവർ. ഓക്കെ, നമ്മൾ ഒരു മീറ്റിയോർ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ അതിങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ അത് കത്താൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു ഈ പറയുന്ന പോലെ ഉൽക്കാവർഷം കാണാൻ സാധിക്കും. ഓക്കെ, ആകാശത്ത് ഉൽക്ക കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ മീറ്റിയോർ ഷവർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ മീറ്റിയറോയിഡ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ മീറ്റിയോർ എന്ന് വിളിക്കും. ആ മീറ്റിയോർ കത്തി തീർന്നില്ലെങ്കിൽ, അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ കത്തി തീർന്നില്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഫ്രാഗ്മെന്റ് ആയിട്ടുള്ള ഭാഗം എർത്തിന്റെ സർഫസിൽ വന്ന് വീണാൽ അതിനെ നമ്മൾ മീറ്റിയോറൈറ്റ് എന്ന് വിളിക്കും. അപ്പോ ബേസിക്കലി പൊസിഷൻ മാറുന്നതിനനുസരിച്ചാണ് മീറ്റിയോറോയിഡ്, മീറ്റിയോർ ആൻഡ് മീറ്റിയോറൈറ്റ് എന്ന പേരുകൾ വരുന്നത്. ഈ പറയുന്ന മീറ്റിയോറോയിഡ് ബേസിക്കലി മീറ്റിയോറോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മീറ്റിയോറോയിഡ് സ്പേസിലായിരിക്കുമ്പോൾ ആണ് അതിനെ മീറ്റിയോറോയിഡ് എന്ന് തന്നെ വിളിക്കുന്നത്. ആ മീറ്റിയോറോയിഡ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ മീറ്റിയോർ എന്ന് വിളിക്കും. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അതിനെ മീറ്റിയോറൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ മീറ്റിയോറൈറ്റ് ക്രാഷ് എന്നൊക്കെയാണ് പറയാറ്. മീറ്റിയോറൈറ്റ് എർത്തിലേക്ക് പതിച്ചാൽ അതിനെ നമ്മൾ മീറ്റിയോറൈറ്റ് ക്രാഷ് എന്നാണ് വിളിക്കുക. ഓക്കെ, സാധാരണ മീറ്റിയോറൈറ്റ്സ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഭൂമിയിൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മീറ്റിയോർസും തന്നെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ കത്തി തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ പ്രവേശിക്കുന്ന മീറ്റിയോർസ് എല്ലാം തന്നെ അത്യാവശ്യം ചെറിയ സൈസുള്ള മീറ്റിയോറോയിഡ്സ് ആണ്. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ കത്തി ഇല്ലാതായി തീർന്നു പോകുന്നത്. ഇനി അത്യാവശ്യം കുറച്ച് സൈസുള്ള മീറ്റിയോറോയിഡ്സ് മാത്രമേ ഭൂമിയുടെ സർഫസിൽ വന്ന് പതിക്കത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് Kuiper belt.
സോ അപ്പോൾ മീറ്റിയോർ ഭൂമിയിൽ ഇതിനു മുമ്പ് പതിച്ചിട്ടുണ്ട്. ഭൂമിയുടെ പല സ്ഥലങ്ങളിലും മീറ്റിയോർ പതിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ പോലും മീറ്റിയോർ പതിച്ച സ്ഥലങ്ങളുണ്ട്. ഇന്ന് മഹാരാഷ്ട്രയിലെ ലോണാർ ലേക്ക് എന്ന് പറയുന്ന ഒരു ക്രൈറ്റർ ലേക്ക് ഉണ്ട്. മഹാരാഷ്ട്രയിൽ ലോണാർ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. ആ ലോണാർ ലേക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ക്രൈറ്ററിലാണ്. പണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഒരു മീറ്റിയോർ പതിച്ച ഒരു ക്രൈറ്ററിലാണ് ഇന്ന് ആ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആസ്ട്രോണമേഴ്സ് പറയുന്ന ഒന്നാണ്, ഭൂമിയിൽ ദിനോസറുകൾ ഇല്ലാതായത് ഇതുപോലെ ഒരു മീറ്റിയോർ പതിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ യുക്കാട്ടൻ പെനിൻസുല, മെക്സിക്കോയുടെ യുക്കാട്ടൻ പെനിൻസുല റീജിയനിൽ ഒരു വലിയ മീറ്റിയോർ വന്ന് പതിച്ചുണ്ടായ സുനാമിയിലും മറ്റുമാണ് ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയതെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഭൂമിയിൽ ഈ പറയുന്ന പോലെ മീറ്റിയോർസ് പതിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ പ്ലാനറ്റ്സിലും മീറ്റിയോർസ് പതിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്യൂപ്പർ ബെൽറ്റ്. So what do you mean by a Kuiper belt? So Kuiper belt is a region in the outer solar system extending from the orbit of Neptune at 30 astronomical units to approximately 50 astronomical units from the sun. Okay, അപ്പോൾ അവസാനത്തെ പ്ലാനറ്റ് ആയ നെപ്റ്റ്യൂൺ മുതൽ അവസാനത്തെ പ്ലാനറ്റ് അല്ല, നെപ്റ്റ്യൂൺ മുതൽ നെപ്റ്റ്യൂൺ യുറാനസ് മുതൽ കാണപ്പെടുന്ന ആ റീജിയൻ, ആ നെപ്റ്റ്യൂൺ മുതൽ കാണപ്പെടുന്ന ആ റീജിയനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ക്യൂപ്പർ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. യുറാനസ് മുതലല്ല, നെപ്റ്റ്യൂൺ മുതൽ. യുറാനസ് അതിന് മുമ്പാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ നെപ്റ്റ്യൂണിന് ശേഷം നെപ്റ്റ്യൂൺ മുതൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആ റീജിയൻ, ഔട്ടർ സോളാർ സിസ്റ്റത്തിന്റെ ആ റീജിയനെയാണ് നമ്മൾ ക്യൂപ്പർ ബെൽറ്റ് എന്ന് വിളിക്കുക. അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് മുതൽ 50 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആണ് സൂര്യനിൽ നിന്ന് അതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ അതുപോലെ 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മുതൽ 50 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആ റീജിയനെ നമ്മൾ ക്യൂപ്പർ ബെൽറ്റ് എന്ന് വിളിക്കും. അത് സോളാർ സിസ്റ്റത്തിന്റെ എഡ്ജ് റീജിയൻ ആണ്. ഓക്കെ, ഔട്ടർ റീജിയൻ ആണ്, അല്ലെങ്കിൽ എഡ്ജ് റീജിയൻ ആണ്. ആൻഡ് ക്യൂപ്പർ ബെൽറ്റ് ഈസ് എ റീജിയൻ ഓഫ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം ദ സോളാർ സിസ്റ്റംസ് ഏർലി ഹിസ്റ്ററി. അപ്പൊ നമ്മൾ സോളാർ സിസ്റ്റം ഫോം ചെയ്ത കേസ് പറഞ്ഞു. സോളാർ സിസ്റ്റം ഫോം ചെയ്തപ്പോൾ കുറെ സൂര്യൻ ഫോം ചെയ്തു, പ്ലാനറ്റ്സ് ഫോം ചെയ്തു, ആസ്ട്രോയിഡ്സ് ഫോം ചെയ്തു. അതെല്ലാം ഫോം ചെയ്തിട്ടും ഇനിയും കുറെ റെമനൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തതിനു ശേഷവും സോളാർ സിസ്റ്റത്തിൽ കുറെ റെമനൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായ പല റെമനൻസ്, ആ ലെഫ്റ്റ് ഓവേഴ്സ് ആണ് ഇന്ന് ക്യൂപ്പർ ബെൽറ്റിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് ഫിൽഡ് വിത്ത് ഐസി ബോഡീസ്. സൂര്യനിൽ നിന്ന് വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ക്യൂപ്പർ ബെൽറ്റിലുള്ള ബോഡീസ് എല്ലാം തന്നെ, എല്ലാ വസ്തുക്കളും ഐസി ബോഡീസ് ആണ്. ഓക്കെ, ഐസ് ഫിൽ ചെയ്ത ബോഡീസ് ആണ്. ആൻഡ് ബോത്ത് അറോക്കോത്ത് ആൻഡ് പ്ലൂട്ടോ ആർ ഇൻ ക്യൂപ്പർ ബെൽറ്റ്. ഓക്കെ, നമ്മുടെ നേരത്തെ പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, എന്നാൽ ഇന്ന് ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന പ്ലൂട്ടോ ക്യൂപ്പർ ബെൽറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ക്യൂപ്പർ ബെൽറ്റിലുള്ള വൺ ഓഫ് ദ ഫേമസ് ബോഡീസ് ആണ് അറോക്കോത്ത്. ഓക്കെ, this is called as Arrokoth. Arrokoth നമ്മൾ മെൻഷൻ ചെയ്യാനുള്ള ബേസിക് റീസൺ, ഇറ്റ് ഈസ് എ മോസ്റ്റ് ഡിസ്റ്റന്റ് സ്പേസ് ഒബ്ജക്ട് എവർ സീൻ അപ്പ് ക്ലോസ്. ഓക്കെ, നമ്മുടെ ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ്, ഒരു മാൻമെയ്ഡ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്പേസ് പ്രോബ് ഏറ്റവും അടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഏറ്റവും ഡിസ്റ്റന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അറോക്കോത്ത് ആണ്. ഓക്കെ, അതും ക്യൂപ്പർ ബെൽറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് അറോക്കോത്തിന്റെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ആണ്. നാസ അയച്ച ഒരു മിഷൻ, നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് എടുത്ത ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ആണിത്. ഏറ്റവും അടുത്ത് നിന്നെടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നത് അറോക്കോത്ത് ആണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് മാൻമെയ്ഡ് പ്രോബ് ടു എൻറ്റർ ദ ക്യൂപ്പർ ബെൽറ്റ്? വോയേജർ 1, വോയേജർ 2, ന്യൂ ഹൊറൈസൺസ് മിഷൻ, പയനിയർ 10. ആദ്യമായിട്ട് ക്യൂപ്പർ ബെൽറ്റ് വിസിറ്റ് ചെയ്യുന്ന മാൻമെയ്ഡ് പ്രോബ് ഏതാണ്? Okay, so the answer is D, Pioneer 10. Okay, the first spacecraft to enter the Kuiper Belt region was NASA's Pioneer 10 spacecraft when it crossed into the space beyond Neptune's orbit in 1983. Okay, 1983-ൽ വെച്ച് തന്നെ 1983-ൽ തന്നെ ക്യൂപ്പർ ബെൽറ്റ് വിസിറ്റ് ചെയ്ത നാസയുടെ സ്പേസ് ക്രാഫ്റ്റ് ആണ് പയനിയർ 10. Okay, അതുപോലെ but the first spacecraft to visit an object in the Kuiper belt was New Horizons when it flew by Pluto and its moons. New Horizons then went on to visit Arrokoth. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അറോക്കോത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫ്, അറോക്കത്തിന്റെ ഫോട്ടോഗ്രാഫ് എടുത്ത മിഷൻ ന്യൂ ഹൊറൈസൺസ് മിഷൻ ആണ്.
അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്പേസ് ക്രാഫ്റ്റ് ക്യൂപ്പർ ബെൽറ്റിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ വളരെ അടുത്തുകൂടി സഞ്ചരിക്കുകയും അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയും ചെയ്ത ന്യൂ ഹൊറൈസൺസ് മിഷനാണ്. ന്യൂ ഹൊറൈസൺസ് മിഷൻ പ്ലൂട്ടോയിനെയും അതിന്റെ മൂൺസിനെയും അതുപോലെ അറോക്കോത്തിനെയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓപ്ഷനിൽ കണ്ട എല്ലാ സ്പേസ് ക്രാഫ്റ്റുകളും, അതായത് വോയേജർ 1, വോയേജർ 2, ന്യൂ ഹൊറൈസൺസ്, പൈനിയർ 10, ഈ എല്ലാ പ്രോബുകളും ക്യൂപ്പർ ബെൽറ്റ് വിസിറ്റ് ചെയ്ത പ്രോബ്സ് ആണ്. നാസയുടെയാണ് എല്ലാ മിഷൻസും. ഓക്കെ, സോ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ഇന്റർസ്റ്റെല്ലാർ സ്പേസ്. നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ഇന്റർസ്റ്റെല്ലാർ സ്പേസ്. സോ വാട്ട് യു മീൻ ബൈ an interstellar space? So interstellar space is the space between the stars in the galaxy. ഓക്കെ, ഒരു ഗാലക്സിയിലെ രണ്ട് നക്ഷത്രങ്ങൾക്കിടയിൽ ഉള്ള സ്പേസിനെ, ആ റീജിയനെയാണ് നമ്മൾ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് വിളിക്കുക. Okay, so there are 5 interstellar probes all launched by American Space Agency NASA: Voyager 1, Voyager 2, Pioneer 10, Pioneer 11 and New Horizons. Okay, 5 interstellar probes ഉണ്ട്. അതെല്ലാം നാസയുടെയാണ്. Voyager 1, Voyager 2, Pioneer 10, Pioneer 11 and New Horizons. ഇതിലെ Pioneer 10 ആണ് ആദ്യമായിട്ട് ക്യൂപ്പർ ബെൽറ്റ് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ രണ്ട് സ്റ്റാർസിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് വിളിക്കുക. അപ്പൊ രണ്ട് സ്റ്റാർസിന്റെ ക്യൂപ്പർ ബെൽറ്റ് റീജിയൻ ഉണ്ടാകും. ഇപ്പൊ സോളാർ സിസ്റ്റത്തിന്റെ ക്യൂപ്പർ ബെൽറ്റ് റീജിയൻ ഉണ്ട്. ആ ക്യൂപ്പർ ബെൽറ്റ് റീജിയൻ കഴിയുമ്പോൾ നമ്മൾ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്കാണ് എൻ്റർ ചെയ്യുക. ഏതൊരു നക്ഷത്രത്തിന്റെയും ഏതൊരു സോളാർ സിസ്റ്റത്തിന്റെയും ക്യൂപ്പർ ബെൽറ്റ് റീജിയൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, കാരണം ക്യൂപ്പർ ബെൽറ്റ് ആണ് ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഔട്ടർ എഡ്ജ്. ആ റീജിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഓക്കെ, ക്യൂപ്പർ ബെൽറ്റ് വരെ അതിന്റെ ഒരു സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം ആ സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ആ ക്യൂപ്പർ ബെൽറ്റ് ക്രോസ് ചെയ്താൽ വി എൻ്റർ ദ ഇന്റർസ്റ്റെല്ലാർ സ്പേസ്. ഓക്കെ, so let's see another question. The term Goldilocks zone is often seen in the news in the context of UPSC 2015 ചോദിച്ചൊരു ചോദ്യമാണിത്. ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്നത് എന്താണ്? The limits of habitable zone above the surface of the earth, regions inside the earth where shale gas is available, search for the earth-like planets in outer space, search for meteorites containing precious metal. അപ്പൊ എന്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഗോൾഡിലോക്സ് സോൺ എന്ന ടേം നമ്മൾ കേൾക്കുന്നത്? കറണ്ട് അഫയേഴ്സിൽ നിന്ന് UPSC പിക്ക് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ UPSC ആണെങ്കിലും KS ആണെങ്കിലും ഇങ്ങനെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇങ്ങനത്തെ ടേംസ് ഒക്കെ പിക്ക് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. Okay, so the answer is C. Search for Earth-like planets in the outer space. അതുമായി ബന്ധപ്പെട്ടാണ് ഗോൾഡിലോക്സ് സോൺ എന്ന ടേം നമ്മൾ കേൾക്കുന്നത്. So എന്താണ് ഒരു ഗോൾഡിലോക്സ് സോൺ? A Goldilocks zone refers to the habitable zone around a star where the temperature is just right, not too hot and not too cold for liquid water to exist on a planet. So basically നമ്മൾ പറയാറുണ്ട് ഒരു പ്ലാനറ്റില് ജീവന്റെ സാന്നിധ്യം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വേണ്ട ഒരു നെസസിറ്റി എന്ന് പറയുന്നത് വെള്ളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ പ്ലാനറ്റിൽ വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഗോൾഡിലോക്സ് സോൺ എന്ന് പറഞ്ഞാൽ വെള്ളം എക്സിസ്റ്റ് ചെയ്യാനുള്ള നെസസറി കണ്ടീഷൻ സാധ്യമാകുന്ന ഒരു റീജിയൻ ആണ്. ഒരു സ്റ്റാറിന്റെ, ഇപ്പൊ എർത്തിന്റെ കേസ് എടുത്താൽ മതി, എർത്ത് ഗോൾഡിലോക്സ് സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. എർത്തിൽ ജീവൻ ഉണ്ടാകാനും അതുപോലെ എർത്തിൽ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ ഫോം ചെയ്യാനുള്ള ബേസിക് റീസൺ എർത്ത് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വളരെ ദൂരെയുമല്ല എന്നാൽ സൂര്യനോട് വളരെ അടുത്തുമല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് എർത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ആയതുകൊണ്ട് എർത്ത് ടു ഹോട്ടുമല്ല ടു കോൾഡുമല്ല, അതുകൊണ്ട് തന്നെ ലിക്വിഡ് വാട്ടറിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ജീവന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമ്മുടെ മറ്റു പ്ലാനറ്റ്സിൽ ജീവൻ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാനായിട്ട് സയന്റിസ്റ്റുകൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലാനറ്റ് ഒരു നക്ഷത്രത്തിന്റെ ഗോൾഡിലോക്സ് സോണിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്ന് സെർച്ച് ചെയ്യുന്നതാണ്. ഗോൾഡിലോക്സ് സോണിലാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ ലിക്വിഡ് വാട്ടർ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ പ്ലാനറ്റിൽ മാത്രം നമ്മൾ ജീവന്റെ സാന്നിധ്യത്തെ കുറിച്ച് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ സാധാരണ നമ്മൾ മറ്റ് സ്റ്റാർസിനെ കുറിച്ച് അതിന്റെ സോളാർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ജീവനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഗോൾഡിലോക്സ് സോൺ ആണ് നമ്മൾ നോക്കുന്നത്. ആ സോണിൽ ഏതെങ്കിലും പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ വാട്ടർ ഉണ്ടോ എന്ന് നമ്മൾ
നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് exoplanet. എന്താണ് ഒരു exoplanet? So exoplanets are the planets that orbit around other stars located outside our solar system. ഓക്കെ, അപ്പോൾ പ്ലാനറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സൂര്യൻ ഒരു സ്റ്റാറിന് ചുറ്റുന്ന ഓബ്ജക്ട്സിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാലും പ്ലാനറ്റ്സ് തന്നെയാണ്. പക്ഷേ ആ പ്ലാനറ്റ് ഓർബിറ്റ് ചെയ്യുന്നത് മറ്റ് സ്റ്റാർസിനെയാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സ് അല്ല, നമ്മുടെ സോളാർ സിസ്റ്റത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്റ്റാർസിനെ ഓർബിറ്റ് ചെയ്യുന്ന പ്ലാനറ്റ്സിനെയാണ് എക്സോ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. All the stars have at least one planet revolving around them. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സ്റ്റാർസിനും അറ്റ്ലീസ്റ്റ് ഒരു പ്ലാനറ്റ് എങ്കിലും ഉണ്ടാകും, അതിന് റിവോൾവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് എങ്കിലും ഉണ്ടാകും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ എക്സോ പ്ലാനറ്റ്സ് ഡിസ്കവേർഡ് സോ ഫാർ ആർ ലൊക്കേറ്റഡ് ഇൻ ദ മിൽക്കി വേ ഗാലക്സി. എല്ലാ സ്പേസ് ഏജൻസീസും ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടുള്ള എക്സോ പ്ലാനറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ തന്നെ ഗാലക്സിയിലാണ്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്? സോളാർ സിസ്റ്റത്തിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. അതുപോലെ നാസയുടെ ടെസ്റ്റ് മിഷൻ, അതായത് ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ്, റീസെന്റ് കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്ത ഒരു സ്പേസ് പ്രോബ് ആണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡിസ്കവർ thousands of exoplanets in orbit around the brightest dwarf stars in the sky. നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ കാണാവുന്ന ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ഉണ്ട്. ആ ബ്രൈറ്റസ്റ്റ് സ്റ്റാർസിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ്, എക്സോ പ്ലാനറ്റ്സ്, ആ പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണ് ടെസ്റ്റ് എന്ന് പറയുന്ന മിഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ബ്രൈറ്റസ്റ്റ് സ്റ്റാർസിന് ചുറ്റുമുള്ള എക്സോ പ്ലാനറ്റ്സ് ഡിസ്കവർ ചെയ്യുക, അതാണ് ടെസ്റ്റ് മിഷൻ കൊണ്ട് നാസ ഉദ്ദേശിക്കുന്നത്. സോ ടെസ്റ്റ് മിഷൻ ഈസ് മിഷൻ ഓഫ് നാസ ആൻഡ് ഈസ് ഡിസൈൻഡ് ടു ഡിസ്കവർ ദ thousands of exoplanet in orbit around the brightest dwarf stars in the sky. So next one is Lagrange point. What do you mean by a Lagrange point? So Lagrange points are positions where the gravitational pull of two large masses precisely equals a centripetal force required for a small object to move with them. അതായത് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ they are specific points far out in space where the gravitational field of Earth and the Sun combine in such a way that spacecraft that orbit them remain stable and thus can be anchored relative to Earth. അതായത് നമ്മൾ രണ്ട് ആസ്ട്രോണമിക്കൽ ബോഡീസ് എടുക്കുക, എർത്തും സണ്ണും എടുക്കുക. ഓക്കെ, എർത്തിനും ഗ്രാവിറ്റി ഉണ്ട്, സണ്ണിനും ഗ്രാവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ എർത്തിന്റെ ഗ്രാവിറ്റിയും സണ്ണിന്റെ ഗ്രാവിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് സ്പേസിൽ ഉണ്ടാകും. ഓക്കെ, ഒരു പോയിന്റ് അല്ല, പല പോയിന്റ്സും ഉണ്ടാകും. അപ്പൊ എർത്തിന്റെയും അതുപോലെ സൂര്യന്റെയും ഗ്രാവിറ്റി ഈക്വൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന ചില പോയിന്റ്സ് ഉണ്ട് സ്പേസിൽ. ആ പോയിന്റ്സിനെയാണ് നമ്മൾ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് നമുക്ക് ചില ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റ് നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സാറ്റലൈറ്റിന് നമ്മൾ ഏത് ഓർബിറ്റിലേക്കാണോ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുന്നത് ആ ഓർബിറ്റിൽ തന്നെ അതിന് നിൽക്കണമെങ്കിൽ അത് എർത്തിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് റിവോൾവ് ചെയ്തേ പറ്റും. ഓക്കെ, ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഭൂമിയിലേക്ക് വീണ്ടും തന്നെ പതിക്കും. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സാറ്റലൈറ്റ്സ് ഈ ഭൂമിക്ക് ചുറ്റും ആവശ്യത്തിന് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇവൻച്വലി ഭൂമിയിലേക്ക് തന്നെ വീഴും, ഭൂമിയിലേക്ക് തന്നെ പതിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഈ അതിനെ റിവോൾവ് ചെയ്യാനുള്ള എനർജി അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ലഗ്രാഞ്ചെ പോയിന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എർത്തിന്റെയും സൂര്യന്റെയും ഗ്രാവിറ്റി ബാലൻസ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് അവിടെ നമ്മളൊരു സ്പേസ് പ്രോബ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ ആ സ്പേസ് പ്രോബിനെ ആ പോയിന്റിൽ തന്നെ നിർത്താൻ വേണ്ടി വരുന്ന എനർജി അല്ലെങ്കിൽ ആ എനർജി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആ ഗ്രാവിറ്റി അവിടെ ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് എർത്തുമായിട്ടൊന്ന് നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എർത്തുമായിട്ട് റിലേറ്റീവ്ലി പറയുമ്പോൾ ആ സ്പേസ് ക്രാഫ്റ്റ് അവിടെ ആങ്കർ ചെയ്ത് നിർത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് ആവശ്യം നമ്മുടെ സാധാരണ ഒരു സാറ്റലൈറ്റിന് വേണ്ട എനർജി ആ ലഗ്രാഞ്ചെ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പേസ് പ്രോബിന് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിനോ വേണ്ടി വരത്തില്ല. ഓക്കെ, അതാണ് ലഗ്രാഞ്ചെ പോയിന്റ്സിന്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് പല സ്പേസ് ഏജൻസീസും എസ്പെഷ്യലി സൂര്യനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് ഈ ലഗ്രാഞ്ചെ പോയിന്റ്സിലേക്കാണ് ഈ പറയുന്ന പല സ്പേസ് പ്രോബ്സും ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ തന്നെയുണ്ട്. ഇന്ത്യ ആദിത്യ സോളാർ മിഷൻ എന്ന് പറയുന്ന ഒരു സോളാർ മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ISRO പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മിഷനാണ് ആദിത്യ സോളാർ മിഷൻ. അപ്പൊ ആദിത്യ സോളാർ മിഷൻ
ഒരു ലഗ്രാഞ്ചെ പോയിന്റിലേക്കാണ് ISRO ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ലഗ്രാഞ്ചെ പോയിന്റിലായതുകൊണ്ട് ഗ്രാവിറ്റി ബാലൻസ്ഡ് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിന്നോളും. ഈ സൂര്യനും അതുപോലെ എർത്തിനും ഇടയിൽ മാത്രമല്ല ലഗ്രാഞ്ചെ പോയിന്റ്സ് ഉള്ളത്. മറ്റ് ഇപ്പൊ സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും ഇടയിലും ലഗ്രാഞ്ചെ പോയിന്റ് ഉണ്ട്. അതും രണ്ട് ആസ്ട്രോണമിക്കൽ ബോഡിയാണ്. കാരണം ചന്ദ്രനും ഗ്രാവിറ്റി ഉണ്ട്, എർത്തിനും ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ രണ്ട് ഗ്രാവിറ്റി ഉള്ള രണ്ട് ലാർജ് ബോഡീസിന്റെ ഇടയിൽ രണ്ട് ഗ്രാവിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന ആ പോയിന്റ്സിനെയാണ് ലഗ്രാഞ്ചെ പോയിന്റ്സ് എന്ന് വിളിക്കുക. നോർമലി നമ്മുടെ എർത്തിനും അതുപോലെ സൂര്യനും ഇടയിൽ 5 ലഗ്രാഞ്ചെ പോയിന്റ്സ് ഉണ്ട്. Okay, if a spacecraft was launched to other points in space very distant from Earth, they would naturally fall into the orbit around the Sun, and those spacecraft would soon end up far from the Earth, making communication difficult. Instead, spacecraft launched to these special Lagrange points will stay fixed and remain close to Earth with minimal effort without going into a different orbit. അപ്പോൾ ആ മിനിമൽ എഫേർട്ടിൽ മറ്റൊരു ഓർബിറ്റിലേക്ക് പോകാതെ മിനിമൽ എഫേർട്ടിൽ അവിടെ തന്നെ എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് അവിടെ തന്നെ നിർത്താൻ സാധിക്കും ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ. വേറെ വല്ല ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നല്ലെങ്കിൽ അത് ഈ പറയുന്ന ആ സ്പേസ് ക്രാഫ്റ്റ് സൂര്യന്റെ ഓർബിറ്റിലേക്ക് പോയി അവസാനം സൂര്യനിലേക്ക് തന്നെ വീഴും. ഓക്കെ, നമ്മളിപ്പോൾ ആദിത്യ സോളാർ മിഷന്റെ കേസിലാണെങ്കിൽ ലഗ്രാഞ്ചെ പോയിന്റിൽ നിർത്തിയില്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? അവസാനം അത് സൂര്യനിൽ ചെന്ന് വീഴും. നമ്മളിപ്പോൾ ഒരു പാർക്കർ സോളാർ പ്രോബിന്റെ കേസ് ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു പാർക്കർ സോളാർ പ്രോബിന്റെ കേസ് കണ്ടിരുന്നു. പാർക്കർ സോളാർ പ്രോബ് ലഗ്രാഞ്ചെ പോയിന്റിലേക്കല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അത് സൂര്യനോട് വളരെ അടുത്താണ് ചെല്ലുന്നത്. സൂര്യനോട് വളരെ അടുത്ത് ചെല്ലുന്നതുകൊണ്ട് പാർക്കർ സോളാർ പ്രോബ് ഇവഞ്ച്വലി സൂര്യനിലേക്ക് വീഴും. ഓക്കെ, നമുക്കത് തിരിച്ചു കിട്ടത്തില്ല. പാർക്കർ സോളാർ പ്രോബ് ഇവഞ്ച്വലി സൂര്യനിലേക്ക് തന്നെ ചെന്ന് വീഴും. കാരണം സൂര്യന്റെ ഗ്രാവിറ്റി അതിനെ അട്രാക്ട് ചെയ്തെടുക്കും. പക്ഷെ ലഗ്രാഞ്ചെ പോയിന്റിൽ അത് ലോഞ്ച് ചെയ്ത് അവിടെ തന്നെ നിർത്തുകയായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ നിന്നേനെ. ഓക്കെ, എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് നിന്നേനെ, നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ട വരത്തുമില്ല. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കി വെക്കുക. രണ്ട് ആസ്ട്രോണമിക്കൽ ബോഡീസിന്റെ ഗ്രാവിറ്റികൾ തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു റീജിയനെയാണ് ലഗ്രാഞ്ചെ പോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, so അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. Consider the following statements regarding neutrinos. The neutrino is also a tiny elementary particle which is part of the atom. A neutrino has a very tiny mass and no charge. It interacts very weakly with other matter particles. Choose the correct statements. The neutrino is also a tiny elementary particle which is part of the atom. Neutrino has a very tiny mass and no charge. It interacts very weakly with other matter particles. Okay, so the answer is B. 2 and 3. First statement തെറ്റാണ്. ന്യൂട്രീനോ ഒരു tiny elementary particle ആണ്, പക്ഷെ അത് ആറ്റത്തിന്റെ പാർട്ട് അല്ല. Okay, neutrino is a tiny elementary particle, but it is not the part of atom. ആറ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു പാർട്ടിക്കിൾ അല്ലാതെ. അതുപോലെ ന്യൂട്രീനോ ഹാസ് എ വെരി ടൈനി മാസ് വിത്ത് നോ ചാർജ്. അതുകൊണ്ടാണ് ന്യൂട്രീനോ എന്ന പേര് വന്നിരിക്കുന്നത്. ന്യൂട്രീനോ, ന്യൂട്രൽ എന്ന പേരിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രീനോ എന്ന പേരിട്ടിരിക്കുന്നത്. ന്യൂട്രൽ ആണെന്ന് കാണിക്കാൻ. ഓക്കെ, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് ഇല്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഇന്ററാക്ട്സ് വെരി വീക്ലി വിത്ത് അതർ മാറ്റർ പാർട്ടിക്കിൾസ്. ഓക്കെ, മറ്റു പാർട്ടിക്കിൾസുമായിട്ട് അങ്ങനെ അത് ഇന്ററാക്ട് ചെയ്യത്തില്ല. So the neutrino is a tiny elementary particle, but it is not the part of the atom, and such particles are also found to exist in nature. And neutrino has a very tiny mass and no charge, and it interacts very weakly with other matter particles, such as every second trillions of neutrinos fall on us and pass through our bodies unnoticed. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ട്രില്യൺസ് ഓഫ് ന്യൂട്രീനോസ് എന്നിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതർ മാറ്റർ പാർട്ടിക്കിൾസുമായിട്ട് ന്യൂട്രീനോസ് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വീക്കായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ന്യൂട്രീനോ ഒരു കോമൺ ആയിട്ട് പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ന്യൂട്രീനോ. ആൻഡ് ന്യൂട്രീനോസ് കം ഫ്രം സൺ ആൻഡ് അതർ സ്റ്റാർസ്, കോസ്മിക് റേസ് that come from beyond the solar system and from Big Bang from which our universe originated. They can also be produced in the lab. അപ്പോൾ ന്യൂട്രീനോ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നമ്മുടെ സൂര്യനിൽ നിന്ന് സോളാർ ന്യൂട്രീനോസ് വരാറുണ്ട്, മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് അത് വരാറുണ്ട്, കോസ്മിക് റേസിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്, അതുപോലെ ബിഗ് ബാങ്കിന്റെ സമയത്ത് ഫോം ചെയ്ത ന്യൂട്രീനോസ് വരെയുണ്ട്. അപ്പോൾ ന്യൂട്രീനോസ് എല്ലാ തരത്തിലുള്ള സ്പേസ് ഒബ്ജക്ട്സിൽ നിന്ന് ആസ്ട്രോണമിക്കൽ ബോഡീസ്, അതായത് സൂര്യൻ, സ്റ്റാർസ്, സണ്ണ്, കോസ്മിക് റേസ്, ബിഗ് ബാങ്ക്, ഇവിടെ നിന്നെല്ലാം ന്യൂട്രീനോസ് ഒറിജിൻ ചെയ്യും. അതുപോലെ നമുക്ക് ലാബിലും ന്യൂട്രീനോസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, നമ്മൾ സാധാരണ റീസെർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് പല ലാബുകളിലും ന്യൂട്രീനോസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി. ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് അല്ല, നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ലാബാണ്. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി INO project. It is aimed at building a world-class underground laboratory with a rock cover to conduct basic research on neutrino. ന്യൂട്രീനെ കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലാബാണ് INO പ്രൊജക്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് is the nodal institution of this project, and the observatory is to be built jointly with the Department of Atomic Energy and the Department of Science and Technology. The observatory will be located underground so as to provide adequate shielding to the neutrino detector from cosmic background radiation. Okay, and the operation of INO will have no release of radioactive or toxic substances. It is not a weapons laboratory and will have no strategic or defense applications. അപ്പോൾ പ്രത്യേകിച്ച് ബാക്കിയുള്ള നമ്മൾ ഈ പറയുന്ന പോലെ യുറേനിയം പോലെ അല്ലെങ്കിൽ തോറിയൊക്കെ പോലെ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ല ഈ ന്യൂട്രീനോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള ഒന്നല്ല. ഓക്കെ, നമ്മുടെ ജസ്റ്റ് റീസെർച്ച് പർപ്പസസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ലാബാണ് ഈ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. Consider the following statements regarding India-based neutrino observatory. It is proposed to be constructed in the Body West Hills of Kerala. It is close to the Silent Valley National Park of Kerala. Choose the correct statements. Recently, India-based neutrino observatory മായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. Okay, so India-based neutrino observatory, it is proposed to be constructed in Body West Hills of Kerala. It is close to the Silent Valley National Park of Kerala. Choose the correct statements. One only, two only, both 1 and 2, neither 1 nor 2. Okay, so the answer is D, neither 1 nor 2. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. വെസ്റ്റ് ബോഡി ഹിൽസ് അല്ലെങ്കിൽ ബോഡി വെസ്റ്റ് ഹിൽസിലാണ് അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് കൺസ്ട്രക്ട് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ബോഡി വെസ്റ്റ് ഹിൽസിലാണ്. പക്ഷെ അത് കേരളത്തിലല്ല, അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ് ബോഡി വെസ്റ്റ് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ സൈറ്റ് വിച്ച് ഈസ് നിയർ ദ കേരള തമിഴ്നാടു ബോർഡർ ഈസ് ക്ലോസ് ടു ദ മതികെട്ടാൻ ഷോള നാഷണൽ പാർക്ക്. ഓക്കെ, ഇടുക്കിയിലെ മതികെട്ടാൻ ഷോള നാഷണൽ പാർക്കിനോട് ക്ലോസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ ദൂരെയാണ്. അപ്പോൾ മതികെട്ടാൻ ഷോള നാഷണൽ പാർക്കിനോട് അടുത്താണ് ഈ ബോഡി വെസ്റ്റ് ഹിൽസ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂട്രീനോ ഒബ്സർവേറ്ററി സ്ഥാപിച്ചാൽ അത് നാഷണൽ പാർക്കിന് പ്രശ്നം, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാകുമെന്നും പറഞ്ഞാണ് അതിനെതിരെ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ ആക്ച്വലി പറയുന്നത് ന്യൂട്രീനോ ഒബ്സർവേറ്ററി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ന്യൂട്രീനോസ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ഓക്കെ, so you can get all Unacademy plus subscriptions using my referral code to get 10% off. Paulson Sir Live എന്നാണ് എൻ്റെ റെഫറൽ കോഡ്. എല്ലാ Unacademy plus subscriptionsനും 10% ഓഫ് എൻ്റെ ഈ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Okay, so that's it. Thank you. See you next time. Bye.